കണ്ണൂർ സിറ്റി കമ്മീഷണർ, അഡീഷണൽ എസ് പി, വേദിയിലെ എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഗൃഹാതുരത്വം ഒരുപാട് ഉണർത്തുന്ന ഓർമ്മകളായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. കണ്ണൂർ എൻ്റെ സർവീസ് തുടങ്ങിയ സ്ഥലം. ഒരുപാട് നേരത്തെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ച ഒരുപാട് പ്രശ്നങ്ങളുടെ ഈറ്റില്ല. ഇന്നിപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഇവിടെ കാണാനില്ല. നല്ലതാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പണ്ടുണ്ടായിരുന്ന പൊളിറ്റിക്കൽ വയലൻസ്, വേറൊരു തരത്തിലുള്ള സാമുദായികമായിട്ടുള്ള അന്തർധാരകൾക്ക് വഴിതെളിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണോ എന്നുള്ള സംശയം ഇല്ലാതില്ല. ഞാനിപ്പോൾ കമ്മീഷണറോട് അതിനെക്കുറിച്ച് സംസാരിക്കുക. എന്ന് തന്നെയാണെങ്കിലും ഞാൻ ASP ആയിട്ടും SP ആയിട്ടും DIG ആയിട്ടും ഒക്കെ ജോലി ചെയ്തിടാം. ഒരുപാട് നല്ല ഓർമ്മകളും ഭീതിതമായ ഓർമ്മകളും രസകരമായ ഓർമ്മകളും സമ്മാനിച്ച സ്ഥലം. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേരിന്ന് റിട്ടയർ ചെയ്തു. എനിക്ക് കാവലാളുകളായി നടന്നിട്ടുള്ള ആൾക്കാർ, ഞാൻ ബോംബ് പൊട്ടി ആശുപത്രി കിടന്നപ്പോൾ എന്നെ എടുത്തോണ്ട് പോയ ആൾക്കാരൊക്കെ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. അതെല്ലാം പുതിയ തലമുറയിലെ പോലീസുകാർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഇത് ഒരുപാട് സന്തോഷം തരുന്ന ഓർമ്മകളാണെങ്കിലും കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ, നിങ്ങളുടെയൊക്കെ മുഖം കാണുമ്പോൾ, ഒരുപാട് ചെറുപ്പക്കാരെ കാണുമ്പോൾ ഒരുപാട് കുണ്ഠിതവും അസൂയയും ഒരു തരത്തിലുള്ള അപകർഷതാബോധവും കൂടെ തോന്നുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പ്രായം എന്നെ ഓർമ്മിപ്പിക്കുന്ന സ്ഥലം കൂടിയാണ് കണ്ണൂർ. ഞാൻ ഇദ്ദേഹത്തെ പോലെ ഇതിനേക്കാൾ സുന്ദരനും ചെറുപ്പക്കാരനായിട്ട് ഇവിടെ വിലസി നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് കണ്ണൂരിൽ മാത്രം എനിക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ബാക്കി ഞാൻ മറ്റ് ഇതര സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്തപ്പോൾ ഞാൻ മുതിർന്ന IPS ഉദ്യോഗസ്ഥനായിട്ടാണ് പോകുന്നത്. കണ്ണൂർ ഞാൻ എന്താ പറയുക, അന്ന് എൻ്റെ ഒരു നാരായണൻ ഡ്രൈവർ ഉണ്ടായിരുന്നു. നാരായണൻ ഇപ്പം ഉണ്ടോ? അല്ലേ, ഇവിടെ ഇല്ല. നാരായണൻ എന്നോട് പറഞ്ഞിരുന്നു, സാർ IG കുഞ്ഞാണ്. IG കുഞ്ഞ്. ഞാൻ IG കുഞ്ഞെന്നും, സാർ എന്തെങ്കിലും IG ആവുമല്ലോ. അപ്പം IG കുഞ്ഞുങ്ങളായിട്ട് പൽമീനുകളെ പോലെ എന്തും കാണിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യത്തോടു കൂടി അന്ന് എന്ത് കാണിച്ചാലും ഒരു വലിയ ഇളവ് തരും നാട്ടുകാരെ. ASP അല്ലേ, ആർക്കെങ്കിലും അടി കിട്ടി ASPയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ASP ആകുമ്പോൾ അടി കിട്ടും, സ്വാഭാവികമാണ് എന്നൊരു നിലപാടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ മുതിർന്ന IPS ഉദ്യോഗസ്ഥർ പറയുന്ന വാക്കുകൾ വരെ ശ്രദ്ധിക്കണം. പറയുന്ന ഓരോ വാക്കിനും പ്രസക്തിയുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളുമായിട്ടാണ് ഞാൻ കണ്ണൂർ ഏത് ഫംഗ്ഷനും എനിക്ക് എത്താൻ പറ്റാറ്. ഞാനിപ്പോൾ പോലീസിലല്ലാതിരുന്നിട്ടും എന്നെ ഈ ചടങ്ങിനെ എന്തിനാണ് നിർബന്ധപൂർവ്വം ക്ഷണിച്ചു കൊണ്ടുവന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. ഞാനിപ്പോൾ പോലീസിലല്ല എന്ന് വെച്ച് പോലീസുകാരനല്ലാതാവുന്നില്ല. ഒരിക്കൽ ഒരു പോലീസുകാരനായാൽ മരിക്കുന്നത് വരെ അവൻ പോലീസുകാരനാവാനേ പറ്റൂ. അവൻ്റെ നിയോഗമാണത്. അവൻ്റെ ചിന്ത മുഴുവൻ പോലീസിൽ അധിഷ്ഠിതമായിരിക്കും. പോലീസിൻ്റെ കുറിച്ച്, നിയമങ്ങളെക്കുറിച്ചും പോലീസുകാരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചും മാത്രമേ നമുക്ക് പലപ്പോഴും ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള അവസരത്തിൽ എന്നെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നതിൽ ഞാൻ കൃതാർത്ഥനാണ്, സന്തുഷ്ടരാണ്. നിങ്ങളോടെല്ലാവരും നന്ദിയുണ്ട്. അതിൽ എന്നിലുള്ള പോലീസത്വം നശിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരാണ് എന്നെ ക്ഷണിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സംഘടനാ പാഠവത്തെക്കുറിച്ചും പോലീസ് സംഘടന ഉണ്ടായതിനെക്കുറിച്ചും എൻ്റെ 45 വർഷത്തെ പ്രവൃത്തി പരിചയത്തെക്കുറിച്ചും പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി പോലീസ് സംഘടന നേടിയെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നു. ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അധ്യക്ഷൻ കുറച്ചുകൂടെ സംസാരിച്ചു. ഒരു പ്രവർത്തന റിപ്പോർട്ട് എനിക്ക് അയച്ചു തന്നു. ഞാനും അതിൽ ഒരു വലിയ പങ്ക് വരെ സന്തുഷ്ടനാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. 1979 തുടങ്ങിയ സംഘടനാ പ്രവർത്തനം, നേരത്തെ പറഞ്ഞു, ഒരു സമര സംഘടനയല്ല, നിവേദന സംഘടനയാണ്. അപ്പൊ എന്തായാലും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എനിക്കറിയില്ല. നമ്മളൊരിക്കലും ഒരു അവശ്യ സർവീസ് എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും ഒരു സമരമുഖത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരിക്കലും സാധിക്കില്ല. എന്നിരുന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ക്രമാനുഗതമായി അറിയിക്കുകയും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതവുമാണ്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി എന്നുള്ളതാണ് സംഘടനാ നേതാക്കൾ അവകാശപ്പെട്ടത്. അതിനോട് ഒരു പരിധി വരെ ഞാൻ യോജിക്കുന്നു. അപ്പം ഇപ്പോൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ ഞാൻ കാണാറുണ്ട്, അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കൊന്നും അസ്തിത്വമില്ല. ഞാൻ ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ പോയി
ചെന്നൈയിലുള്ള IPS ഓഫീസേഴ്സിന് താമസിക്കാനുള്ള ഒരു മെസ്സുണ്ട്. അവിടെ താമസിക്കുമ്പോൾ അവിടെ ഒരു ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്. അവിടെ എനിക്ക് ബാഡ്മിൻ്റൺ കളിക്കാൻ ആരെങ്കിലും വേണം എന്ന് ഞാൻ അവിടെയുള്ള സീനിയർ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. അപ്പം ഒരു 3 പോലീസ് ഉദ്യോഗസ്ഥർ, ഒരു പോലീസുകാരൻ, കോൺസ്റ്റബിൾ റാങ്കിലുള്ള 3 പേര് എന്നെ കാത്തവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവർ കളിച്ചു കഴിഞ്ഞപ്പോൾ ഈ കളിയിൽ നമ്മൾ കിതച്ചു കഴിഞ്ഞാൽ, കളി മരണാസന്നമായിട്ടുള്ള സ്ഥലങ്ങൾ, ഈ സ്പോർട്സ് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് റാങ്ക് ഡിഫിനിഷ് ചെയ്യുന്ന സ്ഥലം അത്. എന്ന് പറഞ്ഞാൽ അവൻ കോൺസ്റ്റബിളാണ്, ഞാൻ ADGP ആയതുകൊണ്ട് അയാൾ തരുന്ന എല്ലാ പന്തും ഒരുപോലെ എടുക്കാൻ എനിക്ക് പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അവിടെ ഒരു കൂട്ടായ്മ വരും, ഒരു സ്നേഹം വരും, ഒരു സാഹോദര്യം വരും. ആ സാഹോദര്യം എന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ? എനിക്ക് കളിക്കണം എന്ന് പറഞ്ഞുകൊണ്ടതുകൊണ്ട് 2 ആഴ്ചത്തേക്ക് അവന് വീട് കാണാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടു. ഈ 3 ഉദ്യോഗസ്ഥർക്ക് ഞാൻ ഒരുപാട് പരിതപിച്ചു, സഹതപിച്ചു, സങ്കടപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ച കൂടുമ്പോഴാണ് വീട്ടിൽ പോകാനുള്ള അവസരം. 8 മണിക്കൂർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തും. അത് കഴിഞ്ഞ് 24 മണിക്കൂർ അവിടെ നിൽക്കുന്നതിന് മുമ്പ് തിരിച്ചു പുറപ്പെട്ടാലേ അടുത്ത് ഡ്യൂട്ടിക്ക് ഇവിടെ കയറാൻ പറ്റും. അങ്ങനെയുള്ള 2 ആഴ്ച കൂടുമ്പോൾ ഉള്ള ഒരു വിസിറ്റ് ഞാൻ കാരണം ഇല്ലാതായി. എനിക്ക് ഒരുപാട് കുണ്ഠിതവും വിഷമവും തോന്നി. ഞാൻ പിന്നെ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ADG ലോ ആൻഡ് ഓർഡർ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇവരെന്തായാലും വീട്ടിൽ വിടണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് അവരെ വീട്ടിൽ വിട്ടു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്നറിയാം? പിന്നെ അവിടുത്തെ എന്താ പറയുക, അവിടെ ഈ ലൈസനായിട്ട് ജോലി ചെയ്യുന്ന ഒരു SI ഉണ്ട്. SIയുടെ അടുത്ത് ഒന്ന് വെള്ളം കുടിക്കാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞാൽ പറയും, നീ ADG ലോ ആൻഡ് ഓർഡറിനോട് ചോദിക്കും പോരെ, അദ്ദേഹം നേരിട്ടാണല്ലോ ഇപ്പോൾ നിനക്ക് വേണ്ടി വിളിക്കുന്നത്. ഇതാണ് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്തിൻ്റെ ഒരു അവസ്ഥ. നമ്മുടെ നാട്ടിൽ എന്തായാലും അങ്ങനെ ഒരു ഗതികേടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ഒരു വലിയ ശതമാനം ക്രെഡിറ്റ് ഞാൻ പോലീസ് അസോസിയേഷന് കൊടുക്കാൻ എനിക്ക് മടിയില്ല. ക്രാന്തദർശികളായിട്ടുള്ള ഒരുപാട് മേലുദ്യോഗസ്ഥരുടെ ഫലപ്രദമായ ഇടപെടൽ ഇതിനകത്തുണ്ട് എന്നുള്ളത് നിസ്തർക്കമാണ്. എന്നിരുന്നാലും അതിന് പ്രേരണ കൊടുക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല. വളരെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എനിക്ക് കളിക്കണമെന്ന് മാത്രമേ ഞാൻ അവിടെ ആവശ്യപ്പെട്ടുള്ളൂ. അതിന് 3 പേരുടെ. അപ്പം ഈ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് ഒരു ദിവസം മുമ്പാണ് അവരെ അറിയിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്, അദ്ദേഹത്തിന് കളിക്കാനായിട്ട് നിങ്ങളോട്ടാണ്, നിങ്ങൾ സന്നിഹിതരായിരിക്കണം. ആ സമയം തൊട്ട് അവരെന്നോട് തുറന്നു പറഞ്ഞ അവസാനം, സാറിന് ഞങ്ങൾ ഒരുപാട് പ്രാഗി. ഞാൻ പറഞ്ഞു, എന്നെ നിങ്ങൾ എന്തിനാ പ്രാഗി? ഞാൻ നിങ്ങൾ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. അല്ല, സാറ് ഇങ്ങനെ ഒരു സഹൃദയനായിട്ട് കളിക്കുന്ന ഒരാളാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ADGP കളിക്കുമ്പോൾ വന്ന് തട്ടി കൊടുക്കാനായിട്ട് 3 ആൾ വേണം. ആ 3 ആൾ എന്ത് ചെയ്യണം? 2 ആഴ്ചയിൽ ഒരിക്കൽ പോകുന്ന വീട്ടിൽ പോക്ക് വേണ്ട. തിരുവായിക്ക് എതിർവായില്ല. അങ്ങനെയല്ല. ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ, പോലീസ് വെൽഫെയർ ബ്യൂറോ, നമ്മുടെ ഈ ഇൻഷുറൻസ് സ്കീമുകൾ, പിന്നെ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ സംഘടനാ തലത്തിൽ നിങ്ങൾ നേടി എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കും. പക്ഷേ ഇപ്പം ഇത്രയും നല്ല കാര്യമല്ലേ പറഞ്ഞു. ഇനി ഞാൻ ഇതിൻ്റെ മറുവശം പറയാം. നിങ്ങൾ ചെയ്യേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ, ചെയ്യാൻ പറ്റാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ അക്കമിട്ട് നിരത്തി തരാം. നിങ്ങളുടെ ശ്രദ്ധ അതിലൊന്നും പതിഞ്ഞിട്ടില്ല. ആ പതിയാത്തത് കൊണ്ടുണ്ടായിട്ടുള്ള പോലീസിന് മുതൽ, നിങ്ങൾ നേരത്തെ പോലീസുകാർക്ക് ഇരിപ്പിടം വേണമെന്ന് അധ്യക്ഷൻ പറയുകയുണ്ടായി. ഇരിക്കാൻ 10 ഇരിപ്പിടം നിരത്തിയിട്ട് തന്നാലും ഇരിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥ ഇല്ലാത്ത പോലീസുകാരനെ എങ്ങനെ ഇരുത്തും? നിങ്ങൾ നെഞ്ചിൽ വെന്തോണ്ടിരിക്കുക. നിങ്ങൾ ഇഷ്ടം പോലെ കസേര ഞാൻ മേടിച്ചെന്നോട് നിങ്ങൾ ഇരിക്കുമോ? ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. മെത്ത മേടിച്ചെന്നാൽ നിങ്ങൾക്ക് കിടക്കാൻ പറ്റുമോ? കിടക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ഉള്ളു വേവാണ്. എന്തിനൊക്കെയാണ് വേവുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളോട് സാന്ദർഭികമായി പറയാം. ഞാനിപ്പം നമുക്ക് പുതിയ നിയമം വന്നു ജൂലൈ 1-ാം തീയതി തൊട്ട്. എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അറിഞ്ഞോ ഇല്ലയോ? ഇത് മുഴുവൻ വായിച്ചു തീരും ഏത് നേരം നിൽക്കുമെന്ന് എനിക്കറിയില്ല നിങ്ങളെല്ലാവരും. പക്ഷെ നോക്കൂ, ഇപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പോലീസ് അസോസിയേഷന്റെ ശ്രദ്ധ പതിഞ്ഞിട്ടില്ലാത്ത ഒരു മേഖലയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പതിഞ്ഞു കാണുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എവിടെയും ഞാൻ അതിനെക്കുറിച്ച് ഉയർന്നൊരു ചർച്ചയോ അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു നിവേദനം സർക്കാരിലേക്ക് പോയിട്ടുള്ളതായിട്ട് എനിക്ക് അറിവില്ല. എൻ്റെ അറിവില്ലായ്മയാണ്, എന്നെ തിരുത്തണം. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പിൽ ഒരു വ്യക്തി കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇന്നും ഇവിടെ വിശ്വാസയോഗ്യമല്ല. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പോയി വിറ്റ്നസിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞ് നിങ്ങൾ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അവിശ്വസിക്കുന്നു കോടതി.
എന്നാൽ ഇതിന്റെ തമാശ എന്താണെന്നറിയോ? ഇതേ പോലീസ് ഉദ്യോഗസ്ഥൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED ജോലിക്ക് പോയാൽ അവിടെ പോയിട്ട് എടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് അവന്റെ നിയമത്തിനനുസരിച്ച് വിശ്വാസയോഗ്യമാണ്. നിങ്ങൾ കസ്റ്റംസ് ആക്ട് എടുത്ത് നോക്കിയാൽ ലോകത്ത് ഇന്ത്യയിൽ ഇപ്പോ ഏറ്റവും കൂടുതൽ കറപ്ഷൻ അലിഗേഷൻസ് ഫേസ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത്? ഇന്ത്യൻ കസ്റ്റംസ് എന്ന് പറയുന്നത്. CBI ഒരുപാട് കേസുകൾ. ഒരു CBI ഉദ്യോഗസ്ഥൻ ആന്റി കറപ്ഷൻ വിങ്ങിൽ ജോലി ചെയ്യുമ്പോൾ അവന്റെ ടാർഗറ്റ് വഹിക്കാനായിട്ട് അവൻ ഉന്നമിടുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥരെയാണ്. അവർക്ക് ഇഷ്ടംപോലെ കേസുകൾ അവിടെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥൻ എടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് കോടതിയുടെ മുമ്പിൽ ഒരു സാക്ഷ്യപത്രമാണ്. അവന്റെ മൊഴി വിശ്വാസയോഗ്യമാണ്, വിശ്വാസത്തിലെടുക്കാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങളിൽ ADGP റാങ്കുള്ള എന്നെയോ SP റാങ്കുള്ള അജിത്തിനെയോ DG റാങ്കുള്ള നമ്മുടെ DGP ദർവേഷ് സാഹിബ് സാറിനെയോ അദ്ദേഹം എടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിന് പോലും കോടതിയിൽ ഒരു വിലയുമില്ല. ഞാൻ വിചാരിച്ചു പുതിയ സാക്ഷി നിയമം വരുന്നു, ഇതിന്റെ പേരെന്താണ്, സാക്ഷ്യ അധിനിയം, ഭാരതീയ സാക്ഷ്യ അധിനിയം. അത് വരുമ്പോഴെങ്കിലും ഒരു മാറ്റം പ്രതീക്ഷിച്ചു. ഒരു മാറ്റമില്ല. നിങ്ങൾ 180 പുതിയ നിയമം അനുസരിച്ച് നാഗരിക സംഹിത അതിന്റെ അകത്ത് 180 അനുസരിച്ച് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുക്കും. സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്ത് നിങ്ങൾ ഒപ്പ് മേടിക്കരുത് കേട്ടോ. ഒരാളുടെ അടുത്ത് നിങ്ങൾ ഒപ്പ് മേടിച്ചു പോരുത്. കാരണം എന്താ? ഞങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾ പേടിപ്പിച്ച് ഒപ്പിടിപ്പിക്കുന്നവരാണ്. ഇതാണ് എൻ്റെ വിവക്ഷ. ഇത് ബ്രിട്ടീഷ് പോലീസിന് വേണ്ടിയിട്ട് അന്ന് ബ്രിട്ടീഷ് പോലീസുകാരിൽ ഒരു ഏറിയ പങ്കും ഭാരതീയരായതുകൊണ്ട് അവരെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുണ്ടാക്കി വെച്ച ആ സംഹിത, ആ നിയമം ഇന്നും നമ്മൾ അതുപോലെ കൊണ്ടു നടക്കണം. നമ്മളെ പോലീസുകാരെ നമുക്ക് വിശ്വാസമില്ല. നിങ്ങൾ ആരെ വിശ്വസിക്കും സുഹൃത്തുക്കളെ? നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഒരു അപകടം ഉണ്ടായാൽ ഞാനേ ഉണ്ടാവുള്ളൂ. ഇത് പറയുമ്പോൾ നമ്മുടെ മിടുക്കെത്രയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. കേരള പോലീസ് ഞാൻ 2012 ലണ്ടനിൽ ഒരു ട്രെയിനിങ്ങിന് പോയി. നല്ല രസകരമായ ഇതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ സൗത്ത് ആംപ്ടൺ എന്ന് പറഞ്ഞ ഒരു പോലീസ് സ്റ്റേഷനിലെ പെട്രോളിംഗ് പാർട്ടിയുടെ കൂടെ ഞാനും പോയി. അപ്പോൾ ഒരു വാഹനത്തിൽ 2 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും മൂന്നാമനായി ഞങ്ങളിൽ ഒരാൾ. ഞാനങ്ങനെ പോകുമ്പോൾ ഒരു കോൾ വരികയാണ്. ഒരു പ്രത്യേക ലൊക്കാലിറ്റിയിൽ ഒരാൾ മദ്യപിച്ച് മയക്കുമരുന്നൊക്കെ കൺസ്യൂം ചെയ്തിട്ടുണ്ടത്രേ. അയാൾ അവിടെ നിന്ന് വാൾ വീശിക്കൊണ്ട് ആൾക്കാരെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പം ഞങ്ങൾ ഉടനെ അവിടെ എത്തി. കഷ്ടിച്ച് ഞങ്ങൾക്ക് കോൾ കിട്ടിയെടുത്ത് 3 മിനിറ്റ് ദൂരം വേണം. അവിടെ ചെന്നപ്പോൾ അവിടെ ഓൾറെഡി 2 പെട്രോൾ കാർസ് വേറെ ഉണ്ട്. ആദ്യമേ വന്ന് അവിടെ കാത്തു നിൽക്കുകയാണ്. ഇപ്പം 2 പെട്രോൾ കാർസിൽ 4 പോലീസ് ഉദ്യോഗസ്ഥരും ഞാനും കൂടി ചെന്ന് കഴിഞ്ഞപ്പോൾ 4 3 7 പേര് ചെന്ന് നിൽക്കുമ്പോൾ ഒരൊറ്റ ഒരുത്തൻ, അയാളൊരു ബനിയൻ ഇട്ടിട്ട് ഒരു പാൻറ്റും ഇട്ടിട്ട് അവിടെ നിന്നിട്ട് വാളിങ്ങനെ ചുഴച്ചാണ്. നാട്ടുകാരൊക്കെ അങ്ങോട്ടും കൊണ്ട് ഓടുന്നു. അപ്പോൾ ഈ പോലീസ് വാഹനത്തിനുള്ളിൽ ടേസറുകളുണ്ട്, ലാത്തികളുണ്ട്, ടിയർ ഗ്യാസ് ഉണ്ട്. ടേസർ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം? അത് ചെന്ന് പതിച്ചു കഴിഞ്ഞാൽ അയാൾ നിശ്ചേഷനാവും കുറച്ചു നേരം. അയാൾക്ക് വേറൊന്നും സംഭവിക്കില്ല. അതെടുത്ത് ആ ടേസർ കണ്ണുവെച്ച് നമ്മൾ വെടിവെച്ച് കഴിഞ്ഞാൽ അയാളുടെ മേത്ത് തറച്ചു കഴിഞ്ഞാൽ ആ തറയ്ക്കുന്ന ഒരു സൂചി കുത്തുന്ന വേദന കുറേ നേരത്തേക്ക് അയാൾ നിശ്ചേതനാവും. അയാളെ നമുക്ക് കസ്റ്റഡിയിലെടുക്കാം. അതുകൊണ്ട് നോർമൽ തോക്കുകളുണ്ട്, എല്ലാം ഉണ്ട്. ഒരു സാധനം കൂടി, ഇലക്ട്രിക് ബേറ്ററുണ്ട്. ഏതാ? തൊട്ടാൽ ഷോക്ക് അടിക്കുന്ന യന്ത്രം. ഇത്രയും സാധനമുണ്ട്. ഞാൻ ചോദിച്ചു, നമുക്ക് ഇയാളെ പിടിച്ചുകൊണ്ട് പോയാൽ പോരെ? പാടില്ല 40 മിനിറ്റ്. ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷം പിന്നെ 2 പെട്രോൾ കാസുകൾ വന്നു. അപ്പം മൊത്തം 10 11 ഉദ്യോഗസ്ഥർ അവിടെ ഇങ്ങനെ ഇയാളെ നോക്കിക്കുക. ഇയാൾ ഞങ്ങളെ നേരെ വാളും കൊണ്ട് വരുന്നു. അപ്പം ഞങ്ങൾ പുറകോട്ട് ഓടും. കുറച്ച് കഴിയുമ്പം അയാൾ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ മുമ്പോട്ട് ഇരിക്കും. ഇങ്ങനെ നിൽക്കുകയാണ്. ആൾക്കാരൊക്കെ ഭയങ്കരമായി മാറി നിൽക്കും. 40 മിനിറ്റ് അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു മോഡൽ ബ്രിഡിൻ്റെ ഷേപ്പിലുള്ള ഒരു വണ്ടി നിന്നു, ഒരു കവചിത വാഹനം. അതിനകത്തുനിന്നൊരു 8 പേര് ചാടി പുറത്തിറങ്ങി. അവരുടെ മുമ്പിൽ മുഴുവൻ സ്പോഞ്ച് ഫിറ്റ് ചെയ്തിരിക്കുക ഈ കവചത്തിൻ്റെ മുകളിൽ. ഇവർ വന്നിട്ട് ഓടിച്ചെന്ന് ഇയാളുടെ മേത്തോട്ട് വീണു. അയാൾക്ക് ആ വീഴുമ്പോൾ പോലും പരിക്ക് പറ്റാൻ പാടില്ല. മനസ്സിലായല്ലോ? എന്നിട്ട് ഇവരെല്ലാവരും കൂടി അപ്പം ആ 8 പേരും 11 19 പേര് ചേർത്തിട്ടാണ് ഒരു വാളും കൊണ്ട് നിൽക്കുന്ന ഒരാളെ കീഴ്പ്പെടുത്തുന്നത് ഇംഗ്ലണ്ടിൽ. ഇവിടെ നമ്മുടെ കുട്ടമ്പള്ളി കോൺസ്റ്റബിൾ കയറാൻ വണ്ടിയിൽ എന്ന് പറഞ്ഞാൽ തീരുന്ന വിഷയം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ?
ഇത്രയും അരക്ഷിതാവസ്ഥയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്രയും മാൻ പവർ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ബംഗ്ലാദേശ് പിടിക്കും. 19 ആൾ ഒരു ഓഫീസറുടെ നമ്മൾ എന്താ അവിടെ ചെയ്യാൻ പറ്റാത്തത്? നമുക്ക് ഇവിടെ നമ്മുടെ പഴയ കാലത്തുള്ള ഹെഡ് കോൺസ്റ്റബിൾമാർ, ഞങ്ങളൊക്കെ സർവീസിൽ കയറുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഹെഡ് കോൺസ്റ്റബിൾമാരാണ് പോലീസ് സ്റ്റേഷൻ നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ ഒരു ഹെഡ് കോൺസ്റ്റബിളെ കുറിച്ച് പറഞ്ഞൊരു തമാശ, വയനാട്ടിലുള്ള ഹെഡ് കോൺസ്റ്റബിളെ കുറിച്ച് പറഞ്ഞത്, അതിൻ്റെ പേര് പറയുന്നത് ശരിയല്ല, അദ്ദേഹം ജീവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ആരെങ്കിലും ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞാൽ SI വിട്ടാൽ മതി, അപ്പോൾ ഞാൻ തന്നെ വരണമെന്നാണ് ചോദിക്കാത്തത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതാപം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാനവിടെ വന്നാൽ മതി, ഒരു പ്രശ്നം തീർന്നു എന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ്. അങ്ങനെയുള്ള മഹാരഥന്മാരായ പോലീസ് ഉദ്യോഗസ്ഥർ ജീവിച്ചിരുന്ന നാടാണിത്. അതിൻ്റെ ഒരു ബാക്കിപത്രമായിട്ട് ജീവിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. പക്ഷെ ഇന്ന് അങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പില്ല. ഏതാ അത്രയും നമുക്ക് സാധിക്കുമെന്ന് അറിയില്ല. അതിൻ്റെ കാരണം എന്താ? നിങ്ങൾ വിചാരിക്കുന്ന പ്രശ്നങ്ങളല്ല. നിങ്ങൾക്ക് നിയമം ശക്തമല്ല എന്നൊന്നുമല്ല. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്നുണ്ടെങ്കിൽ സമൂഹത്തിലുള്ള മൂല്യച്യുതി ഒരുപാട് വന്നിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായി. ഇപ്പോൾ വിശ്വസിച്ച് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരോട് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? ഫോണിൽ പറ്റുമോ? നിങ്ങൾ പറ. പണ്ട് ഞങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അതെങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ കാര്യം ചെയ്യും, നാളെ നോക്കാം, ഇന്നിപ്പോൾ വേണ്ട. അവനൊന്നും പറഞ്ഞിട്ടില്ല സർ, പറയട്ടെ. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഇപ്പോഴും അതെങ്ങനെയാണ്, അരുൾ കൃഷ്ണ. അരുൾ എൻ്റെ DCP ആയിരുന്നു. ഞാൻ എറണാകുളത്ത് IG ആയിരുന്നു. അപ്പോൾ ഞാൻ IG ആയിരുന്ന സമയത്ത് ഞാൻ രാത്രി തന്നെത്താൻ ഈ ഒരു ബൈക്ക് എടുത്ത് ഫുൾ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ഈ സിറ്റിയിലൊക്കെ വെറുതെ കറങ്ങി നടക്കുന്നതിന് ഏർപ്പാടാണ്. ഞാൻ ഒന്നിലും ഇടപെടില്ല. എല്ലാം നോക്കി വെച്ചിട്ട് ഞാൻ ഉദ്യോഗസ്ഥരെ അറിയിക്കും. എല്ലാവരും അലേർട്ടാണോ നോക്കാൻ വേണ്ടി പോകുന്ന പോക്കാണ്. ഫുൾ മാസ്ക് ഹെൽമെറ്റ് വെച്ചിട്ട് ബുള്ളറ്റ് എടുത്തുകൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ആർക്കും അറിയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഒരു 3 ബൈക്കുകളുമായിട്ട് കുറച്ച് പയ്യന്മാർ അവിടെ കിടന്ന് ഭയങ്കര ബഹളം കൂട്ടിക്കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഞാൻ അരുളിനെ വിളിച്ചു, DCP വിളിച്ചിട്ട് ഫോണിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അതിനകത്ത് നേരിട്ട് ഇടപെട്ടില്ല. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, അരുളെ ഇങ്ങനെ 3 ബൈക്ക് നാളെ രാവിലെ 7 മണിയാകുമ്പോൾ അവരെ പിടിച്ചിട്ട് എൻ്റെ ക്യാമ്പ് ഹൗസിൽ എത്തണം. നീ ഭയങ്കര കുഴപ്പം അവർ കാണിക്കുന്നത്. അപ്പം അദ്ദേഹം ഉറക്കച്ചവരാണ്. ഏകദേശം ഒരു 1:30-2 മണി സമയമാണ്. ഞാനവനെ കളിയാക്കി. ഞാൻ പറഞ്ഞു, നിൻ്റെ IG റോഡിൽ കിടന്ന് കറങ്ങാൻ, നീ കിടന്ന് ഉറങ്ങുകയാണ്. ഇല്ല സർ, ഞാൻ വേണ്ട ചെയ്തോളാം സർ. ഞാൻ പറഞ്ഞു. പിന്നെ ഒറ്റത്തവണയെ പറഞ്ഞല്ലോ ഈ 3 ബൈക്കുകളുടെ നമ്പർ പറഞ്ഞു. അപ്പം അതിൽ തിരിച്ച് സംസാരം, ശരി സർ, വളരെ വീക്കാണ് ശബ്ദം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നോക്ക്, ഞാൻ ഒരിക്കൽ പറഞ്ഞ് നാളെ രാവിലെ 7 മണിക്ക് ബൈക്ക് എത്തിയില്ലെങ്കിൽ നീ പറഞ്ഞു, ഇല്ല സർ ഞാൻ എത്തിക്കും സർ. നമ്മൾ നീ നല്ല ഉറക്കത്തിലാണ്. ഇല്ല സർ ഞാൻ എത്തിക്കും സർ. കൃത്യമായി ഈ 3 ബൈക്കുമായിട്ട് രാവിലെ 7 മണിക്ക് തന്നെ എൻ്റെ DCP എൻ്റെ ക്യാമ്പ് ഹൗസിൽ ഹാജരായി. ഞാൻ പറയും, നിന്റെ അനിതര സാധാരണമായ പാഠമാണല്ലോ നിനക്ക്. ഞാൻ ഒറ്റത്തവണ ഈ നമ്പറുകൾ പറഞ്ഞിട്ടുള്ളൂ, നീ എങ്ങനെ ഇത് ഓർമ്മിച്ചു? അപ്പോൾ അവൻ തിരിച്ച് കേൾപ്പിച്ചില്ല. സാർ ഓട്ടോ റെക്കോർഡാണ് സാർ ഫോണിൽ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ നിന്നെ ഈ പറഞ്ഞ തെറിയൊക്കെ ഇങ്ങനെ അത് ഞാൻ ഡിലീറ്റ് ചെയ്തു സാർ. സ്നേഹത്തോടെ പറയാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു അപകടം എന്താണെന്നറിയാം? ഹിമാചൽ പ്രദേശിലൊരു IG, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ വീരസാഹസിക കഥകൾ പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോയിട്ട് അവിടുത്തെ ഒരു അറിയപ്പെടുന്ന ഒരു ഡെക്കൈറ്റ്, ഒരു ഗുണ്ട, അവനുമായിട്ടുള്ള ഏറ്റുമുട്ടലിന് പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഇദ്ദേഹം അങ്ങനെ എന്താ പറയുക പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് വരില്ല, ഞാൻ ചെയ്യാം എന്നൊക്കെ IG പറയുന്നുണ്ട്. ഇതെല്ലാം ഇദ്ദേഹം വീഡിയോ എടുത്തു. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ സാറ് പോയി, ഞങ്ങളില്ല ഇവിടെ എന്ന് പറഞ്ഞിട്ട് അവർ IG അവിടെ ഇരുത്തിയിട്ട് അവർ പോയി തിരിച്ചു വന്നു. അതൊരു എൻകൗണ്ടറായി, അയാൾ മരിച്ചു. ഈ കുറ്റവാളി മരണപ്പെട്ടു. അതിൻ്റെ കേസ് അന്വേഷിക്കാൻ CBI വന്നു. CBI വന്ന് കേസ് അന്വേഷിച്ചപ്പോൾ അപ്പോഴത്തേക്കും ഈ റെക്കോർഡ് ചെയ്തതെല്ലാം ആര് ഡിലീറ്റ് ചെയ്തു? റെക്കോർഡ് ചെയ്ത ദിവസമെല്ലാം ഡിലീറ്റ് ചെയ്തു. പക്ഷെ ഫോണിനകന്നതെല്ലാം റിട്രീവ് ചെയ്യാൻ സാധിക്കും. IG ഇപ്പോൾ ജയിലായിരുന്നു. IG ഇപ്പം ഞാൻ ഹിമാചൽ പ്രദേശിൽ ഇപ്പോൾ ഇലക്ഷൻ അവസാനത്തെ നിയമസഭാ ഇലക്ഷൻ നടന്നപ്പോൾ ഞാനവിടെ ഒബ്സർവറായിരുന്നു. ഞാനവിടെ ഒബ്സർവർ ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത്. ഇങ്ങനൊരു അപകടം, ഒരു മൂല്യച്യുതി, പഴയ രീതിയിൽ നമുക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പരിമിതികൾ ഈ നാട്ടിലിപ്പോഴുണ്ട്. സംഘടനയുടെ ഈ ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയം ഞാൻ പറഞ്ഞു. നമ്മുടെ വിശ്വാസ്യത നിയമത്തിൽ ഉണ്ടാക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ, നമ്മൾ പറയുന്നത് വിശ്വസിക്കുന്ന ജനങ്ങളുണ്ടാവണം.
ഇപ്പോഴത്തെ പുതിയ നിയമത്തിൽ ഒരു പ്രിലിമിനറി എൻക്വയറിക്ക് ഒരു പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. എവിടെ? 3 കൊല്ലത്തിൽ മുകളിലും 7 കൊല്ലത്തിൽ താഴെയും ശിക്ഷ വരുന്ന കൊഗ്നൈസബിൾ ഒഫൻസസ് റിപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് SDP-യുടെ സമ്മതത്തോടു കൂടി ഒരു പ്രിലിമിനറി എൻക്വയറി നടത്താവുന്നതും കേസ് രജിസ്റ്റർ ചെയ്യണോ വേണ്ടിയൊന്ന് തുടർന്ന് തീരുമാനിക്കാനുള്ള ഒരു പ്രൊവിഷനോടെ കൊടുത്തിട്ടുണ്ട്. ഇത് എത്ര കണ്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് എനിക്കിപ്പോഴും അറിയില്ല. ജനുവിനായിട്ടുള്ള കേസുകളിൽ ചിലപ്പോൾ നമ്മളിലെ ചില ഉദ്യോഗസ്ഥർ, ചില കറുത്ത മനസ്സുള്ള ആളുകൾ, അവര് ഇതിന് കേസെടുക്കാതിരിക്കാനുള്ള ഒരു കാരണമായി അത് വെക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ ഇടപെടൽ വേണം. എന്നാൽ ജനുവിനല്ലാത്ത കേസുകൾ വരുമ്പോൾ ഒഴിവാക്കാനായിട്ട് ഈ പ്രൊവിഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. നല്ല കാര്യമാണ്. UK-ലുമൊക്കെ ഒരു കോൺസ്റ്റബിൾ പോയിട്ട് സീൻ വിസിറ്റ് നടത്തിയിട്ട് ഹി ക്യാൻ റെഫ്യൂസ് ഇൻവെസ്റ്റിഗേഷൻ. ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു കോൺസ്റ്റബിൾ തീരുമാനിച്ചാൽ അത് ലീഗലി വാലിഡാണ്. ഇവിടെ നമ്മുടെ ഏതെങ്കിലും കോൺസ്റ്റബിൾ അങ്ങനെ അധികാരമുണ്ടോ? ഈ അധികാരമൊക്കെ നമുക്ക് വേണ്ടേ? ഒന്ന്. ഇനി അടുത്തൊരു കാര്യം, നമ്മളെല്ലാവരും ഈ മദ്യപിച്ചുള്ളവരുടെ ബ്ലഡ് ടെസ്റ്റ് നടത്താനൊക്കെ നമ്മൾ ഭയങ്കര മിടുക്കന്മാരാണ്. ഒരു നാർക്കോട്ടിക് ഇൻഫ്ലുവൻസിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ പരിശോധിക്കാനായിട്ട് ഒരു സംവിധാനം നമുക്കില്ല. പരിശോധിപ്പിക്കണമെങ്കിൽ മിനിമം 1000 രൂപയുടെ ചെലവാണ്. ഇത് ആരെടുക്കുന്നുള്ള നിയമത്തിലൂടെയും പറഞ്ഞിട്ടില്ല. ഇന്നത്തെ കാലത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾക്കറിയാമെന്നറിയില്ല, പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ പലപ്പോഴും പരസ്യമായി അവമാനിച്ചിട്ടുള്ള ചില സെലിബ്രിറ്റീസ് ഉണ്ട്. ഞാൻ ആരുടെയും പേരിപ്പോൾ പറയുന്നത് ശരിയല്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഈ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥനായി ചാർജ് എടുത്തതിന് ശേഷം അങ്ങനെ ഒരാൾ എറണാകുളത്ത് വെച്ച് പരസ്യമായ റോഡിൽ പോലീസ് ഉദ്യോഗസ്ഥർ അവമാനിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ബ്ലഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ ആൽക്കഹോളിൻ്റെ അംശം പോലും ശരീരത്തില്ല. പോലീസുകാർ വീണ്ടും അപഹാസ്യരായി. പക്ഷെ എനിക്ക് പിന്നീട് അറിയാൻ പറ്റി. കാരണം ഞങ്ങൾ അദ്ദേഹത്തിനെ ഞങ്ങളുടെ വകുപ്പിൽ ഒരു അഭ്യാസം കാണിച്ചതിന് പിന്നീട് അദ്ദേഹത്തെ ബുക്ക് ചെയ്യണ്ടായി ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ആളുകൾ പറഞ്ഞു അദ്ദേഹം എന്താണ് കൺസ്യൂം ചെയ്തിരുന്നതെന്നും അവർ കൺസ്യൂം ചെയ്തിരുന്ന സാധനം എന്താണെന്നല്ല ഞങ്ങളോട് പറയുകയുണ്ടായി. ഞാനത് കൺസേൺ പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. പക്ഷെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല, സമയം കഴിഞ്ഞു പോയി. ഇങ്ങനൊരു അധികാരം നമുക്ക് വേണ്ടേ? MDMA എന്ന് പറഞ്ഞ സാധനം ഉപയോഗിച്ച് നിങ്ങൾക്കറിയാം, എക്സൈസ് വകുപ്പ് കോവിഡ് സമയത്ത് നടത്തിയ ഒരു റാൻഡം പരീക്ഷണം ഉണ്ടായിരുന്നു. കുറെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനെ വെച്ച് അവർ ചെക്ക് പോസ്റ്റുകളിൽ നടത്തിയ പരിശോധന. അവർക്ക് അതിന് CSR ഫണ്ടും കിട്ടിയിരുന്നു. അത് വെച്ച് അവർ നടത്തിയതിനകത്ത് അന്തർ സംസ്ഥാന ട്രക്കുകളും ബസ്സുകളും ഓടിക്കുന്നതിൽ 32% ആൾക്കാർ MDMA-യുടെ ഇൻഫ്ലുവൻസിലായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇതിൻ്റെ സംവിധാനം നിയമപരമായി നമുക്ക് വേണ്ടി. ഇനി അടുത്തത്, ലോകത്ത് ഏറ്റവും കൂടുതൽ കസ്റ്റോഡിയൽ ഡെത്ത് എവിടെയാണ് നടക്കണമെന്ന് അറിയാം? ഇത് ഇന്ത്യയിലാണ്. നിങ്ങൾക്കറിയാമോ? ഈ കസ്റ്റോഡിയൽ ഡെത്ത് എന്ന് പറഞ്ഞൊരു മാരണം, അതിൻ്റെ നിർവചനം എന്താ? കസ്റ്റോഡിയൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കസ്റ്റോഡിയൽ ഡെത്ത് എന്ന് പറയുന്നതിൻ്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള വിവക്ഷ എന്ന് പറഞ്ഞാൽ കസ്റ്റഡിയിൽ എത്തുന്ന ഒരാളെ ആ കസ്റ്റഡിയിൽ എടുക്കുന്ന വ്യക്തികളും അവരുടെ കൂടെയുള്ള സേനാംഗങ്ങളും ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നതിനാണ് കസ്റ്റഡിയിൽ എന്ന് ഇതര രാജ്യങ്ങളെല്ലാം പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെയുള്ള നിർവചനം എങ്ങനെയാണെന്നറിയോ? എന്നെ കാണാൻ വരുന്ന ഒരു പെറ്റീഷണർ, അയാൾ എഴുന്നേറ്റ് നിന്ന് എൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ അയാൾക്ക് ഹൃദയസ്തംഭനം വന്ന അയാൾ തറയിൽ പോയി മരിച്ചാൽ ഞാൻ കസ്റ്റഡിയിലെത്തി സമാധാനം പറയണം. അയാൾ മയക്കുമരുന്നിന് അടിമയായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നു, ഏതെങ്കിലും കാരണവശാൽ അയാൾ മരിച്ചാൽ നിങ്ങൾ കസ്റ്റഡിയിലെത്തിന് സമ്മാനം പറയണം. നമ്മുടെ ജയിലുകളിൽ കിടക്കുന്ന ആളുകൾ എന്നായാലും മരിക്കില്ലേ? ജീവപര്യന്തം തടവിനൊക്കെ ശിക്ഷിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ആരോഗ്യം വളരെ മോശമാണ്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അവരിന്നല്ലേ നാളെയല്ലേ മറ്റന്നാൾ മരിക്കും. ആ നടക്കുന്ന എല്ലാ സ്വാഭാവിക മരണങ്ങളും നമ്മൾ കസ്റ്റഡിയിലെത്തിൻ്റെ കണക്കിലാപ്പെടുത്തിയിരിക്കുന്നത്. ആംനസ്റ്റി ഇന്റർനാഷണൽ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകളനുസരിച്ച് ഏറ്റവും കൂടുതൽ കസ്റ്റഡിയിലെത്തുള്ള സ്ഥലം ഇന്ത്യ. ഈ കസ്റ്റഡിയിലെത്തുന്ന പറഞ്ഞൊരു സാധനം ഒരു ഡെമോക്ലീസിന്റെ വാള് പോലെ നമ്മുടെ തലയിൽ, ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്റെ തലയിൽ മുമ്പിൽ നിൽക്കുക. എൻ്റെ ഭാര്യ വലിയൊരു അമ്പലവിശ്വാസിയാണ്, ക്ഷേത്രത്തിൽ പോകുന്നൊരു സ്ത്രീയാണ്. അവരേറ്റവും കൂടുതൽ മൃത്യുഞ്ജയ ഹോമം നടത്തിയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയാണ്, കോട്ടയത്തുള്ള എനിക്കും അവൾക്കും പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെക്ക് കേസിൽ വാറണ്ട് ഉണ്ടായിരുന്നു. അത് പോലീസ് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലുള്ള ഒരു എക്സിക്യൂട്ട് ചെയ്യാത്തപ്പോൾ SP-ക്ക് നേരിട്ട് അയച്ചു വന്നു മജിസ്ട്രേറ്റ്. ഞാനിത് അറിഞ്ഞില്ല. SP-യുടെ ഓഫീസിൽ വരുന്നു, അത് പോകുന്നു.
മജിസ്ട്രേറ്റ് എൻ്റെ പേരിൽ MC കേസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ക്രുദ്ധനായി ഗാന്ധിനഗർ SHO വിളിച്ച് 4 ചീത്തയൊക്കെ വിളിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോയിട്ട് വീട്ടിലിരുന്ന ആളെ ഉച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് വന്നു. എൻ്റെ ഗുരുത്വത്തിന് ഞാൻ രാത്രി ഒരു 9:30 മണിയായപ്പം അയാൾ അവിടെ ഉണ്ടോ, എന്താ സുഖമല്ലേ എന്ന് വെറുതെ വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞു, സാർ അദ്ദേഹത്തിന് വളരെ സുഖമാണ് സാർ, അദ്ദേഹം സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ഞാൻ പറഞ്ഞു എപ്പോൾ കൊണ്ടുവന്നു അയാളെ? 3:30 ആയപ്പോൾ കൊന്നതാണ് സാർ. അപ്പം 3:30 തൊട്ട് 9:30 വരെ കിടന്ന് ഉറങ്ങി പോലീസ് സ്റ്റേഷനിൽ. അയാളെന്ന് വിളിച്ച് എണീപ്പിച്ചെന്ന് പറഞ്ഞു. അതില്ല സാർ ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ ഭക്ഷണം. ഞാൻ പറഞ്ഞു താൻ വിളിച്ചെണീപ്പിക്കടോ. വിളിച്ചെണീപ്പിച്ചപ്പോൾ നോക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം കോമയിലാണ്. എന്താ പ്രശ്നം എന്നറിയാം? പോലീസുകാർ വന്ന വെപ്രാളത്തിന് ഷുഗറിന് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ട ആളാണ്. അയാൾ ഇതൊന്നും ചെയ്യാതെ നേരെ പോലീസുകാരോട് കയറി വന്നു. അയാളും തെറ്റ് ചെയ്തു, ശരിയാണ്, ചെക്ക് കേസിൽ മോൺസായെങ്കിലും അയാൾ പോലീസിനെ നിഷേധിക്കുന്ന ഒരാളായിരുന്നില്ല. വളരെ അനുസരണയോടുകൂടി അയാൾ പോലീസ് സ്റ്റേഷനിൽ വന്നത് കിടന്ന് ഉറങ്ങി എന്ന് വിചാരിച്ചിരുന്നത് ശരിക്കും കോമയിലായിരുന്നു. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ ആയതുകൊണ്ട് മെഡിക്കൽ കോളേജ് തൊട്ടടുത്തായതുകൊണ്ട് മാത്രമാണ് അയാൾ ജീവനോടിരിക്കുന്നത്. അയാളെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞു, അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യം ബുദ്ധിമുട്ടിലാവും. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ഏറ്റുമാനൂരപ്പൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി നടത്തിയത് എൻ്റെ ഭാര്യ ഇയാൾക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ടില്ല. എനിക്കറിയില്ല അതുകൊണ്ടാണോ അദ്ദേഹം ജീവനോടിരുന്നത്. എന്ത് കഴിഞ്ഞാൽ അയാളുടെ വയറ് കഴുകി ഏതാണ്ടൊക്കെ ചെയ്ത് എന്തൊക്കെയോ ഡോക്ടർമാർ ചെയ്ത് അയാളെ ജീവനോട് നിലനിർത്തി. ഈ പ്രഷർ ഞാൻ അനുഭവിക്കേണ്ടതാണോ അല്ലയോ എന്നുള്ളതാണ് വിഷയം. ഞാൻ നിയമാനുസൃതമായ ഒരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ആരെയും മർദ്ദിച്ചിട്ടില്ല, എൻ്റെ SHO ആരെയും മർദ്ദിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം അങ്ങനെ എത്ര കേസുകൾ, ഞാനിപ്പോൾ പറയാതെ നിങ്ങൾക്കറിയാം. ആ കേസുകൾ ഇങ്ങനെ കസ്റ്റഡിയിലെത്തായി വരുന്നതിൻ്റെ യഥാർത്ഥ കാരണം പോലീസിലുള്ള അവിശ്വാസമാണ്. എന്നിട്ട് മറുഭാഗത്ത് എന്താ നടക്കുന്നത്? കൊല്ലത്തിയാൻ SP ആയപ്പോഴാണ് സുനാമി അടിച്ചിട്ട് ആ തുരുത്തിൽ ആദ്യം എത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ഞാനായിരുന്നു. രാവിലെ 140 മൃതദേഹങ്ങൾ തടുക്കി വെച്ചതിന് ശേഷം രാവിലെ ആ തുരുത്തിലെത്തുമ്പോൾ അവിടെയുള്ള ആൾക്കാർ ചോദിച്ചൊരു ചോദ്യം, സുനാമി വന്നപ്പോൾ എന്തുകൊണ്ട് തടുത്തില്ല? എന്നോട് ചോദിച്ചതാണ്. ഞാനപ്പോൾ അവരുടെ വികാരവിഷം ഉറ്റവരുടേവരും നഷ്ടപ്പെട്ടിട്ട് നിൽക്കുന്ന മനുഷ്യർ, അവരോട് നമ്മൾ ദേഷ്യപ്പെട്ടോ പിണങ്ങിയിട്ടൊന്നും കാര്യമില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇനി ഉണ്ടായാൽ ഞാൻ തടുത്തിരിക്കുന്നു പറഞ്ഞു. ഞാൻ ഇനി സുനാമി അടിച്ചാൽ ഞാനത് തടുത്തിരിക്കും. അപ്പൊ പോലീസിന്റെ അടുത്തുള്ള പ്രതീക്ഷ എത്ര കണ്ടാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് പോലീസിന്റെ? അങ്ങനെ പ്രതീക്ഷിക്കുന്ന ആൾക്കാരെ നമ്മൾ വിശ്വസിക്കില്ല എന്ന് പറയുന്ന ഒരു ജനത. ഇതാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. നിങ്ങളുടെ അടുത്ത് മാനവോളം പ്രതീക്ഷയാണ്. നിങ്ങൾ ഇനി എന്ത് ചെയ്താലും അവർക്ക് മതിയാവില്ല. കോവിഡ് സമയത്ത് നമ്മൾ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ വളരെയധികം ശ്ലാഘനീയമാണെന്ന് ഈ സമൂഹം മുഴുവൻ പറഞ്ഞു. ജനമൈത്രി പോലീസ്, അന്ന് ഞാൻ ജനമൈത്രിയുടെ നോഡൽ ഓഫീസറും കൂടിയാണ്. അങ്ങനെ പുകഴ്ത്തിയ പോലീസിനെ, അങ്ങനെ പുകഴ്ത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ തരത്തിലുള്ള ചില പ്രശ്നങ്ങളിൽ പിന്നീട് പ്രതിയാക്കപ്പെട്ടത് എനിക്കറിയാം. ഞാൻ കൊല്ലത്ത് SP ആയിരുന്നപ്പോൾ 24 തവണ ഞാൻ നേരിട്ട് റിവാർഡ് ചെയ്ത, പരസ്യമായി ആൾക്കാരെ വിളിച്ച് പത്രക്കാരെയും വിളിച്ച് റിവാർഡ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥര് 2 പേര് കൺവിക്ഷൻ കഴിഞ്ഞപ്പോൾ വീട്ടിലിരിക്കുകയാണ്. കൺവിക്ഷൻ കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുക. അവരുടെ തെറ്റല്ലാന്ന് എനിക്ക് 100% അറിയാം. ഈ തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് നമുക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ട് നിയമാനുസൃതമായ വഴികൾ, നിങ്ങൾ നിവേദന സംഘടന ആയിക്കൊള്ളട്ടെ, എനിക്ക് പരാതിയില്ല, നിങ്ങൾ സമരം ചെയ്യൊന്നും വേണ്ട. ഇതിനു വേണ്ടിയിട്ടുള്ള നിവേദനങ്ങൾ നിങ്ങൾ നടന്നു പോകണം. ഇങ്ങനെ കസ്റ്റഡിയിലത്തിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ പുനർനിർവചനം ചെയ്യാൻ പറയണം. മയക്കുമരുന്ന് അടിച്ച് നിങ്ങളുടെ മുമ്പിൽ വരുന്നവനെ നിയമാനുസൃതമായ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയാൻ അതിനുള്ള സംവിധാനം വേണം, റിസോഴ്സസ് വേണം. നമ്മുടെ കയ്യിലില്ല അത്. ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോലീസിൽ SI ആക്രമിക്കുന്ന ഒരുത്തനെ അവൻ മയക്കുമരുന്നിന് അടിമയാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ നിങ്ങളുടെ സംവിധാനം ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യും? അയാൾ ബാക്കിയെല്ലാം കൊണ്ട് നോർമലായിരിക്കും. ഈ MDMA എന്ന് പറഞ്ഞ ഈ വീര്യം കൂടിയ സാധനത്തിന്റെ പ്രത്യേകത അതാണ്. ബാക്കി എല്ലാത്തിനും നോർമലായിരിക്കും. വളരെ എന്താ പറയാ, മര്യാദാ പുരുഷോത്തമനായിരിക്കും ചിലപ്പോഴേ. പക്ഷെ ഉള്ളിൽ കിടക്കുന്ന സാധനം ഇതാണ്. ഇത് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ 100% ഫിറ്റായിട്ട് സർവീസ് കയറുന്ന ആൾക്കാരാണ്. 100% ഫിറ്റായിട്ട് നിങ്ങൾ ഓരോ എന്താ പറയുക, നമ്മുടെ ഈ ട്രെയിനിങ് കൂടെ കഴിയുമ്പോഴേ, എൻ്റെ കൂടെ എന്താ
112 കിലോ ഉണ്ടായിരുന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനെ എനിക്കറിയാം. ട്രെയിനിങ് കഴിഞ്ഞ് 75 കിലോ ആയി പുറത്തേക്ക് വന്ന ഒരാൾ. അത്രയും കിലോഗ്രാം കുറയ്ക്കാൻ സാധിക്കുന്ന ട്രെയിനിങ്ങിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കേവലം ഒരു 15 വർഷം കഴിയുമ്പോൾ ലോകത്തുള്ള എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കും അടിമയാവുന്ന പോലീസുകാരെ. ഇതെന്തുകൊണ്ട് സംഭവിക്കണം? ആത്മഹത്യയെക്കുറിച്ച് നമുക്കറിയാം. പോലീസുകാർ എത്രയാണ് ആത്മഹത്യ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മരിക്കുമ്പോൾ ഒരു ചർച്ച വരും. ആ ചർച്ച കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ നഷ്ടം ആ കുടുംബത്തിനും അവരുടെ ഏറ്റവും ഉറ്റവരും ഉടയവരുമായിട്ടുള്ള സുഹൃത്തുക്കൾക്കും മാത്രം. ഞാനീ പറഞ്ഞ കൺവിക്ഷൻ അനുഭവിച്ച 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടാക്കി. ഇപ്പം കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ പോലീസിന്റെ വിജയത്തിന്റെ കഥയാണ്. ആ സിനിമയിലെ കഥ. കണ്ണൂർ സ്ക്വാഡ് എന്നുള്ള പേരിനൊന്നും വലിയ പ്രസക്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇങ്ങനെയുള്ള ഒരുപാട് സ്ക്വാഡുകൾ ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. അതിലൊരു സ്ക്വാഡ് അവർക്ക് സാമ്പത്തിക ലാഭം കണ്ടപ്പോൾ അവരുണ്ടാക്കി എന്നുള്ളത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ അവരെന്നോട് സമീപിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ പോലീസിലെ വിജയത്തിൻ്റെ കഥകൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പരാജയത്തിൻ്റെ ഒരുപാട് കഥകളുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്യാതെ, അറിയാതെ നമ്മൾ ചിലപ്പോൾ തെറ്റ് ചെയ്തു പോകും, മനുഷ്യ സഹജമാണ്. അങ്ങനെയുള്ള അനേകായിരം ആൾക്കാരെ കണ്ടുപിടിച്ച് അവരുടെ ഒരു ഡയറക്ടറി ഉണ്ടാക്കിയിട്ട് നമ്മളിൽ ഓരോരുത്തരും പറ്റുന്ന രീതിയിൽ അവരെ പോയി കാണാനും തിരിച്ചറിയാനും. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം. ഒരു കൺവിക്ഷൻ കിട്ടിയൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഞാൻ പറയുന്ന കറപ്ഷന് കിട്ടുന്ന കൺവിക്ഷനെ കുറിച്ചല്ല കേട്ടോ, നമ്മുടെ കൃത്യാന്തര ബാഹുല്യം കൊണ്ടും കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രഷേഴ്സ് കൊണ്ടും നമുക്ക് പറ്റുന്ന അപകടങ്ങളും അബദ്ധങ്ങളും, പലപ്പോഴും അങ്ങനെ പറ്റുന്ന അബദ്ധങ്ങളും അപകടങ്ങളെക്കാൾ ഉപരി മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി പല കുറ്റവും ഏറ്റെടുക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഈ പറഞ്ഞ 2 പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെയാണ്. അതായത് ഉണ്ടായ സംഭവം ഞാൻ നിങ്ങളോട് വ്യക്തമായി പറഞ്ഞുതരാം. അവർ ആശുപത്രിയിൽ മൊബൈൽ മോഷണം നടക്കുന്നു എന്ന് പറഞ്ഞു. സിയുടെ സ്ക്വാഡിലുള്ള 2 പോലീസുകാരോട് പോയി അവരെ അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. നമ്മൾ സ്ഥിരം എത്രയോ സർക്കുലറുകൾ വഴി പോലീസ് ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് എന്ത്, ഒരാളെ വഴിയിൽ നിന്ന് ആൾക്കാർ പിടിച്ചു തന്നാൽ മെഡിക്കൽ എക്സാമിനേഷൻ കഴിയാതെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? സ്ഥിരം ചെയ്യുന്ന പണിയാകുമ്പോൾ ഓരോ തവണ മെഡിക്കൽ എക്സാമിനേഷൻ പോകുമ്പോൾ ഈ ഡോക്ടർമാരെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്കറിയാം. മണിക്കൂറുകൾ കാത്തു നിന്നാൽ ഡോക്ടർ ഒന്ന് മുഖം കാണിക്കാൻ സമ്മതിക്കുക. ചിലപ്പോൾ പോയിട്ട് നാളെ വരാൻ പറയില്ലേ, മറ്റന്നാൾ വരാൻ പറയും. അതാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധാരണ കിട്ടുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് കിട്ടുന്നവരെല്ലാവരെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നതിന് പകരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ഓർമ്മ വരില്ലേ ചിലപ്പോൾ. മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ടല്ലേ ചെയ്യുന്നത്. അദ്ദേഹത്തിന് അറിയാമല്ലോ ഈ 2 പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു, പോയി ഓൾറെഡി മർദ്ദനമേറ്റ് നിൽക്കുകയായിരുന്ന ഒരു വ്യക്തിയെ അവര് പോലീസ് ജീപ്പി കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിലാക്കിയിട്ട് അവര് പോയി. ഇവര് കൊണ്ടുവന്നതിന് മാത്രം രേഖയുണ്ട്. അപ്പോൾ വൈകുന്നേരം 5 മണിയായപ്പോൾ അദ്ദേഹം മരിക്കുകയാണ്. ഈ മരണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ബാക്കിയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് നിങ്ങൾ എന്തായാലും പെടും, അപ്പൊ നിങ്ങളങ്ങ് ഏറ്റാൽ ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാം പറയുന്ന വാചകങ്ങളാണ്. ഇതൊക്കെ ഈ ചരിത്രത്തിന്റെ ഭാഗമാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥർ ഏറ്റു കഴിഞ്ഞു. ഈ ബാക്കിയുള്ള പോലീസ് സർവീസിലുള്ളവർ എല്ലാവരും കൂടെ പിരിച്ചിട്ട് എല്ലാവരും കൂടെ ഒരു 3-4 ലക്ഷം രൂപ കൊടുത്തു അവർക്ക്. കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അന്നുണ്ടായിരുന്ന ആ CA അദ്ദേഹം വരെ പിന്നീട് ചെന്ന് ഇവർ കാണുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ ഇനി ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് കാണാൻ പാടില്ല, കാരണം എന്താ, കൊലക്കേസ് പ്രതികളാണ്, മനസ്സിലായോ? നിങ്ങൾ എന്നെ കൂടെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഗുണം? അതുപോട്ടെ. അത് കഴിഞ്ഞ് ഞാൻ അവിടെ കോട്ടയം SP ആയപ്പം ഞാൻ കൊല്ലത്തൊരു ചടങ്ങിന് പോയപ്പം എന്നെ കാണാൻ ഒരാൾ വന്നു. എന്നെ കാണാൻ വന്നു. ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ കയ്യിലുള്ളതൊക്കെ എടുത്ത് കൊടുക്കും. അപ്പം ജോലി സമ്പാദിച്ചു കൊടുത്തു. പിന്നീട് മകൾക്ക് പഠിക്കാൻ സൗകര്യമില്ല, അതിനുള്ള സൗകര്യം ഇങ്ങനെയൊക്കെയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പരിമിതികളില്ലേ. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി എന്താ ഉണ്ടായെന്നറിയോ? എന്നെ കാണാമെന്ന ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ കാണാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അവിടുത്തെ ലോക്കൽ CI എൻ്റെ ഗൺമാനെ സഹായിക്കുന്നു. എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് സഹായിക്കുന്നത്. കണ്ട കൊലക്കേസ് പ്രതികളെയൊക്കെ കാണിച്ച് അദ്ദേഹത്തിനെ കാണിച്ചിട്ട് ഇവിടെ ഗൂഢാലോചന നടന്നെന്ന് പറഞ്ഞ നാളെ കോടതി വരണോ, നിനക്കെന്താ ബോധമില്ലേ എന്നാണ് എൻ്റെ ഗൺമാനോട് ചോദിച്ചത്. ഈ അവസ്ഥാവിശേഷങ്ങൾ മാറണം. ഇതിനുവേണ്ടി സംഘടന എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇതിലൊക്കെ ഉപരി ഇനി ഈ എല്ലാ പോലീസ് സ്റ്റേഷനിലും കൃത്യമായ ജോലികളും നടപടികളും നടക്കാതിരിക്കുന്നതിന് അവിടെയുള്ള ചില പൊളിറ്റിക്സ് കാരണമാണ്. ഇന്ന് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആരും നേരെ ഞാൻ വലുതോ നീ വലുതോ,
ഇത്തരമുള്ള കാര്യങ്ങൾ വന്നിട്ടാണ് പലപ്പോഴും നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. പല കേസുകളിലും പോലീസ് ഉദ്യോഗസ്ഥർ നടപടി നേരിടുന്നത് കൃത്യമായി അവർക്ക് ഉപദേശം കൊടുക്കാൻ ആൾക്കാരില്ലാത്തതുകൊണ്ടാണ്. അവർക്കറിയില്ല കൃത്യമായി എഫ്ഐആർ ഇടണമെന്ന് അവർക്കറിയില്ല, പലർക്കും അറിയില്ല. ഇപ്പൊ നമ്മുടെ പെറ്റീഷൻ രജിസ്റ്റർ മുഴുവൻ ഡിജിറ്റലാണ്. ഈ ഡിജിറ്റൽ പെറ്റീഷൻ രജിസ്റ്ററിൽ കോഗ്നൈസബിൾ ഒഫൻസ് എഴുതി വെച്ച് കഴിഞ്ഞാണോ അപകടം എന്നത് പല പോലീസ് ഉദ്യോഗസ്ഥർക്കും അറിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ടും അപഗ്രഥിക്കാനായിട്ടും വിശകലനം ചെയ്യാനായിട്ടും പോലീസിന്റെ മൊത്തത്തിലുള്ള ഉന്നമനം കണക്കാക്കിയിട്ട് ഒരു സെല്ല് നിങ്ങൾക്ക് സംഘടനയ്ക്ക് രൂപീകരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് രഹസ്യമായും പരസ്യമായും റിപ്പോർട്ട് ചെയ്യാനൊരു വേദിയാക്കി നിങ്ങൾക്ക് അസോസിയേഷന് മാറാം. ഇത് പലപ്പോഴും മേലുദ്യോഗസ്ഥർ അറിയുന്ന ഇഷ്യൂസ് വരുമ്പോഴാണ്. കാരണം ആരും ചെന്ന് ഈ ചെറിയ ചെറിയ ഇഷ്യൂസ് പോലീസിലൊന്നും പറയില്ലല്ലോ. മേലുദ്യോഗസ്ഥരോട് ഇന്ന് എൻ്റെ അടുത്ത് നിങ്ങൾക്ക് ദിവസം ഒന്ന് രാവിലെ ലോഹ്യം പറയാൻ പറ്റും, സാറേ ഇന്നലെ എൻ്റെ SHO ഉള്ളി എന്നൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾക്ക്. സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന അപജയങ്ങൾ ഇപ്പോഴും നമ്മുടെ സേന ജെൻഡർ സെൻസിറ്റീവ് അല്ല എന്ന് ഞാൻ ഇവിടെയുള്ള സ്ത്രീകളോട് ചോദിക്കാതെ പറയും. പറഞ്ഞോട്ടെ, ശരിയാണോ ഞാൻ പറഞ്ഞത്? നിങ്ങളെ തുല്യ പ്രൊഫഷണൽസ് ആയിട്ട് കാണാറുണ്ടോ എല്ലാവരും? ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോഴാണ് അത് പറയുക. എന്തുകൊണ്ടാണ് അത് കാണാത്തത്? കാണണ്ടേ? നമ്മൾ ജെൻഡർ ജസ്റ്റിസ് എന്ന് പറയുന്നത് നമ്മൾ നാട്ടുകാർക്ക് കൊടുക്കാനിരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ നമ്മുടെ സേനയിൽ ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാനിപ്പോഴും പറയുന്നു. എന്നോട് പണ്ട് തമാശയായിട്ട് മേലുദ്യോഗസ്ഥർ നമ്മൾ ഈ മാൻ പവർ ഷെയർ ചെയ്യുന്ന കാര്യം എപ്പോഴും ഈ SP-മാരായിരിക്കുമ്പോൾ DIG ആയിരിക്കുമ്പോഴൊക്കെ, ഞാൻ DIG ആയിരിക്കുമ്പോൾ ഇവിടെ തന്നെ DIG ആയിരിക്കുമ്പോൾ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് അറിഞ്ഞ് ജില്ലയുടെ പേര് പറഞ്ഞ ആൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലായി പോകും. ശരിയല്ലല്ലോ. ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് അഡീഷണൽ 2 പ്ലറ്റൂൺ വേണം സാറേ, ഒരു രക്ഷയില്ല, ആ ഫസ്റ്റ് വില്ലേജ് ഞാൻ അപ്പം തിരിച്ചു തന്നോളാം എന്ന് പറയുന്ന ഒരു SP DIG പറയാണ്. അപ്പം മറ്റേ SP പറഞ്ഞ മറുപടി, ചോദിക്കപ്പെട്ട SP പറഞ്ഞ മറുപടി, സാറേ വേണേ 2 പ്ലറ്റൂൺ WPC-മാരെ കൊടുക്കാം, മെന്നെ ചോദിക്കരുത്. ഇങ്ങനെ പറയാൻ കൊള്ളാമോ? ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് 2 പ്ലറ്റൂൺ WPC എൻ്റെ സേനയിൽ നിന്ന് പോയാലും എനിക്ക് ഇവിടെ ഒരു വ്യത്യാസവും വരാനില്ല. അപ്പൊ കേട്ട് നിൽക്കുന്ന മറ്റേ SP പറയുന്നത്, സാറേ WPC എന്നാൽ ശരിയല്ല സാറേ, അത് പറ്റില്ല സാറേ, എനിക്ക് മെന്നെ വേണം. ഇവരെ ഞാൻ ജെൻഡർ ജസ്റ്റിസ് പഠിപ്പിക്കുവോ? ഇനി ഇതിന് കാരണം ഈ പുരുഷ മേധാവിത്വ മനസ്സുള്ള ഉദ്യോഗസ്ഥർ മാത്രമാണോ? അല്ല. അതിന് കാരണം എന്താ പറയുക, എൻ്റെ അടുത്ത് വന്ന് പലപ്പോഴും കരഞ്ഞുകൊണ്ട് ലീവ് ചോദിച്ചിട്ടുള്ള ഒരുപാട് വനിതാ ഉദ്യോഗസ്ഥരുണ്ട്. കരഞ്ഞുകൊണ്ട് ലീവ് ചോദിക്കും. പെട്ടെന്ന് കരയാമല്ലോ. ഞാൻ ആ കരയുന്നവരോട് പറയുന്ന വെച്ചാൽ നിങ്ങൾക്ക് എത്ര ലീവ് വേണമെങ്കിൽ ഞാൻ തരാം, പക്ഷെ നിങ്ങളുടെ മെയിൽ കൗണ്ടർ പാർട്ട് ചെയ്യുന്ന പണി മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. എൻ്റെ അടുത്ത് വരുമ്പോൾ ഏതാ പുരുഷൻ വന്ന് കരയോ ലീവ് വേണമെന്ന് പറഞ്ഞിട്ട്? അപ്പം ഒരു അരക്ഷിത അബലത്വം എനിക്കുണ്ട് എന്ന് പറഞ്ഞ് ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ എന്താ പറയാ അസമത്വത്തിനെ മുതലെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ത്രീകളുടെ ഇടയിലുണ്ട്. ആ മുതലെടുക്കുന്നത് ഭൂഷണമായി കരുതാൻ ഞങ്ങൾ പുരുഷ കേസരികളെന്ന് പറയുന്ന പുരുഷന്മാരോടെയുണ്ട്. ഇത് രണ്ടും ജെൻഡർ ബയസാണ്, ലിംഗപരമായ അസമത്വമാണ്. ഇതിലും കൃത്യമായി എന്നോട് വനിതാ CI-മാര്, വനിതാ സെല്ലിന്റെ ചാർജുള്ള CI-മാര് പറഞ്ഞിട്ടുണ്ട്. SI-മാര് SHO-മാരായിരിക്കുന്ന കാലത്താണ് ഞാൻ കേട്ടിട്ടുള്ളത്. സാറേ ഞാൻ പറഞ്ഞ അദ്ദേഹം കേൾക്കില്ല സാർ. ആര്? SI 3 നക്ഷത്രമായിട്ട് ഇരിക്കുക, 2.5 നക്ഷത്രത്തിന്റെ തോളില്, മനസ്സിലായില്ലേ? പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ എഴുതി കൊടുക്കണം, എഴുതി കൊടുത്തിട്ട് അനുസരിച്ചില്ല എന്ത് ചെയ്യിക്കണം എന്ന് അറിയണം. വനിതാ പോലീസുകാരോട് ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നില്ല. വനിതാ പോലീസുകാരോട് ഇരിക്കുന്ന എല്ലാ വനിതാ മഹിളാ മണികളും ഒരു കാര്യം ഒന്നിനോട് മറുപടി പറയണം. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ട് ഒരു ഫോർജറി കേസിൽ തന്നെത്താൻ അന്വേഷിക്കാൻ കെൽപ്പുള്ള എത്ര വനിതകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്? ഒരു ആത്മപരിശോധന. അങ്ങനെ നിങ്ങൾ പ്രൊഫഷണലി കോമ്പറ്റന്റ് ആയി കഴിയുമ്പോൾ ഈ തരത്തിലുള്ള വിവേചനത്തിന് ഒരുപാട് വ്യത്യാസം വരും. ഈ തരത്തിലുള്ള വിവേചനങ്ങൾ ഉണ്ടെങ്കിൽ ആ ഉള്ളത് ഇല്ലാതാക്കാനായിട്ടും സംഘടനയുടെ ശ്രദ്ധ അവിടെയൊക്കെ പതിയണം എന്നാണ് സംഘടനാ നേതാക്കളോടും അധ്യക്ഷനോടും എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഉദ്ഘാടന പ്രസംഗം ഞാൻ ഇതിന് പോലീസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് ഇന്നും നാളെയും പറഞ്ഞാൽ തീരില്ല. എൻ്റെ ഹൃദയമാണ് എൻ്റെ പോലീസ് എന്ന് പറയുന്നത്. പോലീസിൻ്റെ ഞാനിപ്പോൾ കുറേശ്ശായിട്ട് പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഈയിടെയായിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞ ദിവസം പാടിയിരുന്നു. അപ്പം എനിക്കൊരു
6 സിനിമകളിലോളം എനിക്ക് പാടാൻ അവസരം വന്നു. 5 ഞാൻ നിഷേധിച്ചു, ഞാൻ പോയില്ല. എൻ്റെ കാരണം എന്തായിരുന്നു വെച്ചാൽ, എനിക്ക് അറിയില്ലായിരുന്നു ADGP ശ്രീജിത്തിനെയാണോ വിളിക്കുന്നത്, IPS ഉദ്യോഗസ്ഥനാണ് ശ്രീജിത്ത് ആയതുകൊണ്ട് പാടാൻ വിളിക്കുകയാണോ, അതോ എന്നിലെ ഗായകൻ കൊള്ളാമായിരുന്നിട്ടാണോ വിളിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പില്ല. എനിക്ക് എന്നിലുള്ള സംഗീതകാരകനെ അംഗീകരിക്കുമ്പോൾ വന്നാൽ മതി, എനിക്ക് അപ്പോൾ മതി എനിക്ക് പാട്ട്. പക്ഷെ അവസാനം എന്നെ കൊണ്ട് പാടിക്കണം നിർബന്ധമുണ്ടായിരുന്നു, സിനിമയിൽ പാടിക്കണം നിർബന്ധമുണ്ടായിരുന്നു. ഒരു നിർമ്മാതാവും സംവിധായകനും കൂടി ചെയ്തൊരു രസകരമായൊരു കള്ളപ്പണിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോലീസിലൊരു DYSP കൊണ്ട് കവിത എഴുതിച്ചു. എന്നിട്ട് ആ DYSP കൊണ്ട് എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, സാർ ഞാൻ എഴുതിയ ഒരു കവിത സാറ് ഒന്ന് പാടുന്നു. അവിടെ ഞാൻ മുട്ടിടിച്ച് വീണുപോയി. എന്താ, എൻ്റെ പോലീസുകാരൻ പറഞ്ഞാൽ എനിക്ക് ഒരു ദൗർബല്യം കൂടുതലാണ്. അങ്ങനെ ഒരു സിനിമയെ പാടി. അങ്ങനെ ഒരു സിനിമയെ പാടി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇനിയും പാടിയാൽ പറ്റുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, കേട്ടപ്പം വലിയ ദോഷമില്ല. ഇപ്പോൾ പാടി. ഇപ്പോൾ ഇവിടെ എന്താ മറ്റേ കഴിഞ്ഞ ദിവസം 29-ാം തീയതി ഇവിടെ നിങ്ങളുടെ ഈ തുരി എന്ന് പറഞ്ഞ സംഗീതോത്സവമുണ്ട് പയ്യന്നൂർ. അവിടെ എൻ്റെ കച്ചേരിയായിരുന്നു. അപ്പോഴും ഞാൻ ഇതിൽ കൂടെ പറഞ്ഞിട്ട് നിർത്താമെന്ന് വിചാരിച്ചെന്നറിയാം. തുര്യത്തിന് ഇത്തവണത്തെ സുവർണ മുദ്ര എനിക്കാ തന്നെ, ഏറ്റവും നല്ല അക്കംപ്ലിഷ് സിംഗർ എനിക്ക് തന്നു. നിങ്ങളുടെ നിങ്ങളുടെ മുഴുവൻ പറഞ്ഞ് കൈവരിച്ചാൽ മതി. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എൻ്റെ സംഗീതത്തിലുള്ള മികവുകൊണ്ടാണ് എനിക്കത് തന്നതെന്ന്? അല്ല, ഒരിക്കലും അല്ല. കാരണം എന്താണെന്നറിയാം, അവിടെ പാടിയ ആൾക്കാരെന്നാണ് ഹരിപ്രസാദ് ചൗറസ്യ. മനസ്സിലായില്ലേ? ഇന്ത്യയിലെ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരുപാട് കലാകാരന്മാരാണ് അവിടെ വന്ന് പാടിയത്. ഞാൻ പാടിയത് മോശമായിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. പക്ഷെ എന്നാലും അവർ നന്നായിട്ട് തുലനം ചെയ്യുമ്പോൾ ഞാൻ എവിടെയും എത്തില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്തിനാ അവർ തന്നെന്നറിയാം? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പാടുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാം? പോലീസ് ഉദ്യോഗസ്ഥർ കൂടെ ഒന്നിനും കൊള്ളൂല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനത് തന്ന സംഘാടകരോട് തന്നെ പറഞ്ഞു. എൻ്റെ മറുപടി പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ തന്ന അംഗീകാരം കേരള പോലീസിന് മാത്രമല്ല, ലോകത്തുള്ള സകല പോലീസ് സേനാംഗങ്ങൾക്കുള്ള ഒരു അംഗീകാരമായിട്ട് ഞാൻ വാങ്ങുകയാണ്. സന്തോഷം. പക്ഷേ അതിൽ അന്തർലീനമായൊരു വിവക്ഷയുണ്ട്. എന്താണെന്നറിയോ? പോലീസുകാർക്ക് സഹൃദയത്വം പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞിട്ടില്ലാത്ത പോലീസുകാരിൽ സാമാന്യം സഹൃദയത്വം കാണിക്കുന്ന ഒരുത്തിന് ഈ അവാർഡ് ഇരിക്കട്ടെ എന്ന്. മനസ്സിലായോ? അതാണ് പറഞ്ഞത്. അതൊരു അഭിമാനമായിട്ട് നിങ്ങൾ കൈയടിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാനും കൈയടിച്ചു. എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ നല്ലോണം കൈയടിപ്പിക്കുകയും ചെയ്തു. എൻ്റെ ഇവിടെയുള്ളൊരു കണ്ണൂരിലൊരു സുഹൃത്ത്, അത് ഈ കർണാടക സംഗീതത്തിൻ്റെ വലിയ അവകാശമൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിനോട് ഞാൻ കച്ചേരി കഴിഞ്ഞ് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നതാ എൻ്റെ പാട്ടൊക്കെ, കൊള്ളാമായിരുന്നു എന്ന് വെച്ചു. അപ്പം എന്നോട് പറഞ്ഞ്, സാറേ ഉള്ള കാര്യം സത്യം പറഞ്ഞോട്ടെ. ഞാൻ പറ, നിങ്ങൾ എന്തൊക്കെയോ അവിടുന്ന് ഇങ്ങനെ ഉണ്ടായി, എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ ഇടത്തോട്ട് നോക്കിയപ്പോണ്ട് അവിടെ ഒരു 2 ആൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ താളക്കിടുന്നു. വലത്തോട്ട് നോക്കിയപ്പോണ്ട് ഒരു പെണ്ണുങ്ങൾ കരയുന്നു. പിന്നെ നോക്കിയപ്പോൾ എല്ലാവരും കൈമുട്ടി. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് നടന്നിരുന്നു. അപ്പം ഞാനും കൈമുട്ടി. ഇതായിരുന്നു അദ്ദേഹത്തിന് അതിനെക്കുറിച്ചുള്ള അവഗാഹം. എന്നിരുന്നാലും അങ്ങനെ ചെയ്യുന്ന ഒരു പോലീസുകാരനായതുകൊണ്ട് കിട്ടിയ അവാർഡാണത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, അന്ന് ഞാൻ പറഞ്ഞു ഇനിയും ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ ഈ മേഖലയിൽ, അല്ലെങ്കിൽ സംവിധായകൻ വിനയെന്ന് പറഞ്ഞൊരു വാചകം ഒരിക്കലും പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ഏറ്റവും കൂടുതൽ കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഉള്ള സേന പോലീസിൻ്റെ ആണെന്ന് അദ്ദേഹം പറഞ്ഞത്. സത്യമാണത്. നമ്മുടെ എത്രയോ പേര് സിനിമയിലൊക്കെ അഭിനയിച്ച്, ആ ശിവദാസ് ഉണ്ട് അവിടെ, ശിവദാസും മധുവൊക്കെ സിനിമയിൽ അഭിനയിച്ച് മറ്റേ നിങ്ങൾ കണ്ടതാണ്. ശിവദാസ് ട്രാഫിക്കിൽ എൻ്റെ കോൺസ്റ്റബിളായിരുന്നു ഞാനിവിടെ ജോലി ചെയ്യുമ്പോൾ. അപ്പം അങ്ങനെ ഒരുപാട് മഹാരഥന്മാരായ കലാകാരന്മാരെ ഒക്കെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് കൈവയ്ക്കാൻ പറ്റാത്ത മേഖലകൾ ഈ സമൂഹത്തിലോ പ്രപഞ്ചത്തിലോ ഇല്ല. അങ്ങനെയുള്ള നമ്മുടെ ഒരുപാട് ആൾക്കാർ ഈ കൃത്യാന്തര ബാഹുല്യം കൊണ്ട്, ഈ ജോലിയുടെ പ്രഷേഴ്സ് കൊണ്ട്, ഈ ബുദ്ധിമുട്ടുകൾ കൊണ്ട് മരണത്തിലേക്ക് പോവുക, നിരന്തരം രോഗാതുരരാവുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ഈ സംഘടനയുടെ ഇടപെടൽ വളരെ സജീവമായിട്ട് വേണം. ഈ സംഘടന നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പൊതുജന സമക്ഷവും അധികാരികളുടെ മുമ്പിലും ഞങ്ങളെപ്പോലുള്ള മേലുദ്യോഗസ്ഥരുടെ മുമ്പിലൊക്കെ എത്തിക്കണം. വ്യക്തിപരമായ പല പ്രശ്നങ്ങളും നമ്മൾ അറിയില്ല, പലപ്പോഴും അറിയാൻ പറ്റില്ല. എത്തിക്കാനായിട്ടും കൂടെയുള്ള ഉദ്യമത്തിലേക്ക് നമ്മൾ ഈ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയൊരു കാര്യം, ഇതര ഡിപ്പാർട്ട്മെന്റുകളുടെ ജോലികൾ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യരുത്. ദയവ് ചെയ്ത് സംഘടനകൾ അതിനും കൂടെ ശ്രദ്ധിക്കണം. ഈ ജനമൈത്രി പോലീസ് തുടങ്ങിയത് പയ്യന്നൂരാണ്. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഞാനന്ന് ഇവിടെ SP ആണ്. ഞാനന്ന് ശ്രീമതി ടീച്ചർ അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. കുഞ്ഞു സാറൊക്കെ വന്നിട്ട് പയ്യന്നൂരുള്ളൊരു വേദിയിൽ വെച്ചിട്ട് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിച്ചു. അന്നത്തെ പയ്യന്നൂർ SI, ഞാൻ വീണ്ടും പേര് പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. 2 ദിവസം കഴിഞ്ഞ് ഞാൻ പയ്യന്നൂർ SIയെ എന്തിനും ഒന്ന് ഫോണിൽ വിളിക്കാം.
അന്ന് പത്മനാഭൻ എന്ന് പറഞ്ഞൊരു DYSP ആണ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പയ്യന്നൂർ SIയെ ഫോണിൽ വിളിക്കുമ്പോൾ 2 പ്രാവശ്യം വിളിച്ചിട്ട് അയാൾ എടുക്കുന്നില്ല. മൂന്നാമത് ഒന്നും കൂടി വിളിച്ചപ്പം അദ്ദേഹം ഫോൺ എടുത്തിട്ട് ഞരങ്ങ സാർ ഞാൻ തിരിച്ചങ്ങോട്ട് വിളിച്ചോ, ഇങ്ങനെയാണ് ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാളെ ആരോ കത്തിയെടുത്ത് കുത്തൊത്തോ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു മതി പിന്നെ വിളിച്ചാൽ മതി. ഞാൻ ഫോൺ അപ്പോൾ കട്ട് ചെയ്തു. CIയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, തളിപ്പറമ്പ് DYSP വിളിക്കുന്നു, കിട്ടുന്നില്ല. അപ്പം ഞാൻ ഉറപ്പിച്ചു ഇവരെല്ലാവരും എന്തോ ഭീകരമായ ലോ ആൻഡ് ഓർഡറിൽ. ഞാൻ പത്മനാഭനെ വിളിച്ചിട്ട് പാച്ചത്തറി. ഞാൻ പറഞ്ഞു എന്ത് സ്പെഷ്യൽ ബ്രാഞ്ചാണ് തന്നത്, അവിടെ നിന്ന് ഭീകരമായ പ്രശ്നം, വണ്ടി എടുത്ത് പോവാ പറഞ്ഞപ്പോൾ ഞാൻ വണ്ടിയിലോട്ട് കയറാൻ പോകുന്ന സമയത്ത് ഈ SI തിരിച്ചു വിളിക്കണം. എന്താ നിനക്ക് കുഴപ്പം, നീ ആശുപത്രിയിലാണ്, എന്താ പറ്റി? ഒന്നുമില്ല സാർ. അപ്പോൾ വളരെ നോർമലായിട്ട് സംസാരിക്കുന്നു. എന്തായിരുന്നു പ്രശ്നം എന്നറിയാം? അവിടെ പഞ്ചായത്ത് റോഡിൽ ഒരു കലുങ്ക് മാറ്റാൻ വേണ്ടി ഒരു ജനമൈത്രി പോലീസിനെ വിളിച്ചോണ്ടേ നാട്ടുകാരെല്ലാം. ഈ കലുങ്കിന്റെ മറ്റേ കോൺക്രീറ്റ് സ്ലാബ് മാറ്റിക്കൊണ്ടിരിക്കുന്നു എൻ്റെ SI. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ എന്നിട്ട് ഈ മേലുദ്യോഗസ്ഥരും അപ്പം പാവപ്പെട്ട പയ്യന്നൂർ CI കോടതിയിലാണ്. അതുകൊണ്ടാണ് അവൻ ഫോണിൽ ഞാൻ DYSP ഒരു OE നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ സൈലന്റ് ആക്കി വെച്ചിരിക്കുന്നുണ്ട്. അയാൾ ഫോൺ എടുക്കില്ല. അന്ന് ഞാൻ പൊന്നു സാറിനോട് ഞാൻ പറഞ്ഞു, സാർ ഇത് ശരിയല്ല സാർ, പഞ്ചായത്തിൻ്റെ റോഡ് ഡിപ്പാർട്ട്മെന്റ് നേരെ ആക്കേണ്ടത് പഞ്ചായത്തിൻ്റെ പണിയാണ്, നമ്മുടെ പണിയല്ല. അപ്പോൾ ഈ ജനങ്ങൾ എന്താ ചെയ്യുന്നത്? ജനങ്ങൾക്ക് ഇത് അറിയാത്തതല്ല. ജനങ്ങൾ എന്താ ചെയ്യുന്നത്? പെട്ടെന്ന് വിളിച്ചാൽ വരുന്നത് ജനമൈത്രി പോലീസാണ്. അപ്പോൾ വേഗം പോലീസ് മാമനെ വിളിക്കാം. ഈ പോലീസ് മാമൻ എന്തിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയാം വീട്ടുകാർ, വീട്ടിലെ സ്ത്രീകൾ. പോലീസ് മാമൻ ഇപ്പോൾ വരും, വേഗം ഭക്ഷണം കഴിച്ചോ. ഇത് സ്ഥിരം സാധനം. ബൾബ് കത്തുന്നില്ല. ചെങ്ങമനാട് കോഴിക്കോട് ഞാൻ കമ്മീഷണറായിരുന്നപ്പോൾ ബൾബ് മാറ്റിയിടാൻ പോലീസുകാരൻ കയറുന്നത്. എടോ അത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പണിയാണ്. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാം. അപ്പൊ നമുക്കൊരു ഗുഡ് വിൽ ഉണ്ടായി, ജനങ്ങളുമായിട്ട് നല്ല ബന്ധമായി. പിന്നെ എന്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർ പറയുന്നത് എന്തും നമ്മൾ ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യരുത്. പോലീസുകാരുടെ പണിയെ ചെയ്യാവും. ആ പണി ചെയ്തിട്ട് ചെയ്യാത്തവന്റെ പേരിൽ നടപടി എടുക്കാനായിട്ടുള്ള വകുപ്പ് നമ്മൾ ഉണ്ടാക്കണം. തീർച്ചയായിട്ടും നടപടി എടുക്കാൻ പറ്റും. ഞാൻ പണ്ട് കൊല്ലത്ത് SP ആയിരുന്നപ്പോൾ ഒരു സംഭവം കൂടെ പറഞ്ഞു നിർത്താം. ഈ മുള്ള് ഇട്ടിട്ട് മീൻ പിടിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്, അത് ചെയ്യാൻ പാടില്ല. മുള്ളിട്ടിട്ട് മീൻ പിടിക്കുമ്പോൾ, വലയിട്ട് മീൻ പിടിക്കുന്ന ആൾക്കാർക്ക് കായലിൽ, അപ്പം അവിടെ ചവറ തെക്കും ഭാഗം എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അതിൻ്റെ അടുത്തുള്ള കായലിനകത്ത് ഇവരെന്ന് വെച്ചാൽ മുള്ളിടും കുറേ പേര്. അപ്പം മുള്ളിൽ വന്ന് കുരുക്കുന്ന മീൻ പിടിക്കും. ആ മുള്ള് കൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ വല പൊട്ടും, പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ സംഘർഷം ഉണ്ടാവും. ഞാൻ അവിടുന്ന് SIയോട് പറഞ്ഞു, ഒരു 2 307 രജിസ്റ്റർ ചെയ്തു, അറ്റംപ്റ്റ് മർഡർ രജിസ്റ്റർ ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടൊക്കെ ആയപ്പോൾ. ഞാൻ നിങ്ങൾ ആ ഫിഷറീസുകാരോട് പറയും ഇതിന് കൃത്യമായിട്ട് നടപടി എടുക്കാൻ പറഞ്ഞു. സാറേ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു സാറേ, അവർ നടപടി എടുക്കുന്നില്ല. ശരി, ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ അവിടുത്തെ DYSPയോട് പറഞ്ഞു, കരുനാഗപ്പള്ളി DYSPയോട് പറഞ്ഞു, നിങ്ങളൊരു കത്ത് എഴുതുക എനിക്ക് വേണ്ടിയിട്ട്. ഫിഷറീസിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഉണ്ട് അവിടെ, അവർക്കൊരു ലേഡിയാണ്. ഒരു കത്ത് എഴുതുക, ഇതിന് നടപടി എടുക്കാത്ത പക്ഷം ഇതുകൊണ്ടുണ്ടാകുന്ന അടുത്ത FIRന് നിങ്ങൾ ഉത്തരവാദിയായിരിക്കും. ആദ്യമേ കത്തെഴുതി. മൈൻഡ് ചെയ്തില്ല അവർ. പോലീസാണ് കത്തെഴുതി നമുക്കുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നു എന്ന് ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻഫർമേഷൻ വന്നപ്പോൾ വീണ്ടും നമ്മൾ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾ അടിയന്തരമായി നടപടി എടുക്കണം. അടുത്ത FIR വന്നപ്പോൾ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രതിയാക്കി. വേറെ ഒന്നും ചെയ്തില്ല. പ്രതിയാക്കിയിട്ട് എന്ത് ചെയ്തു? 308 ആണ് പഴയ 308. 308 FIR ഇട്ടിട്ട് പ്രതിയായപ്പോൾ എന്ത് കിട്ടി? എന്നോട് DYSP വെച്ചു, സാറേ അവർ ലേഡിയാണ്, അവരെ അറസ്റ്റ് ചെയ്യണം. ഞാൻ അറസ്റ്റ് ഒന്നും ചെയ്യരുത്, വളരെ മോശമാണ്, ഒന്നും ചെയ്യരുത്. അറസ്റ്റ് ചെയ്താൽ ജനങ്ങൾ കൂടെ നമുക്ക് എതിരാവും, സർക്കാർ എതിരാവും. പിന്നെ എന്താ സാർ ചെയ്യേണ്ടത്? ഇത്രയേ ഉള്ളൂ. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി ഉറപ്പ് വരുത്തിയിട്ട് വീട്ടിൽ വെച്ച് വയ്ക്കുക. ഇവരുടെ ഉണ്ടാവും. ഓഫീസിൽ നിന്ന് ഇറങ്ങി ഉറപ്പ് വരുത്തിയിട്ട് ഓഫീസിൽ വെച്ച് വയ്ക്കുക. പിടിക്കരുത്, പിടിച്ചാൽ തീർന്നു. ഇവരാറ് തലച്ച് ഫിഷറീസ് വകുപ്പ് മന്ത്രി എടുത്ത് പോകുന്നു, മന്ത്രി മുഖ്യമന്ത്രിയെ വിളിക്കുന്നു. അന്ന് AK ആന്റണി സാറാണ് മുഖ്യമന്ത്രി. എന്നോട് സാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി പ്രതാപനുണ്ട്, അദ്ദേഹം വിളിച്ചെന്നോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് ഈ പാവപ്പെട്ട സ്ത്രീകളെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഈ പാവപ്പെട്ട സ്ത്രീകൾ പോലീസിനെ ഭീകരമായി ഉപദ്രവിച്ചുകൊണ്ടാണ് പ്രതാപന. ഞങ്ങൾക്ക് നിവൃത്തിയില്ല, ഇവിടെ കായലൊന്നും ഞങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട്. ഇവർ ചെയ്യേണ്ട ജോലി അവർ ചെയ്യുന്നില്ല. അങ്ങനെ ജോലി ചെയ്യാത്ത ഡിപ്പാർട്ട്മെന്റുകളെ നടപടിയെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥരോട്. അല്ല, ആ ജോലി നമ്മൾ പോയി ഏറ്റെടുത്ത് ചെയ്യുകയല്ല. ദയവ് ഇത് മനസ്സിലാക്കണം. ജനമൈത്രി പോലീസിന്റെ അർത്ഥം അതല്ല.
ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ സംഘടനയുടെ ശ്രദ്ധ വരണമെന്നും വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള നിയമനിർമ്മാണത്തിന് ഉതകുന്ന പോലീസിന് വിശ്വാസ്യത ജനിപ്പിക്കുന്ന രീതിയിൽ കോടതികളിലൊക്കെ മാറ്റം വരണമെന്നും ഒരു കാര്യം കൂടെ പറയണം. നമ്മുടെ ഒരുപാട് കേസുകളെ കുറിച്ച് തീരുമാനമെടുക്കുന്ന ജഡ്ജിമാർ ഇന്ന് വരെ ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്ന് കണ്ടിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഏതെങ്കിലും ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ ഏതെങ്കിലും ഒരു ന്യായാധിപൻ ഒരു ട്രെയിനിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നോ? നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണത്തിനെ കുറിച്ചൊക്കെ നമ്മളിവിടെ പറഞ്ഞു, നല്ല കാര്യമാണ്, കുഴപ്പമൊന്നുമില്ല. നിങ്ങളൊന്ന് പറഞ്ഞതാണ്, നമ്മൾ ഒരു കള്ളനെ പിടിക്കാം, മോഷണം പണ്ട് മുതൽ നമ്മൾ കള്ളനെ പോലീസ് കളിയാണല്ലോ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 70 ക്രൈംസ് നടത്തിയവനായിരിക്കും ഒരു ഹാബിച്വലായിട്ട് ഒരു ക്രിമിനലായിട്ട് ഒരു കള്ളൻ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. 24 മണിക്കൂറിനുള്ളിൽ അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കാനുള്ള എന്ത് ശാസ്ത്രീയ വഴിയാണ് നിങ്ങളുടെ കയ്യിലുള്ള എനിക്ക് പറഞ്ഞു തരണം. എവിടെയാണ് നീ കൊണ്ടേ മോഷ്ടിച്ച സ്വർണം വിറ്റതെന്ന് അവനോട് ചോദിച്ചാൽ സാർ ശാസ്ത്രീയമായി കണ്ടുപിടിച്ചോ സാറേ എന്ന് പറഞ്ഞാൽ, എത്ര ക്രൈം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ നമ്മുടെ നിയമങ്ങളിൽ വരേണ്ട കാലാനുസൃതമായ മാറ്റങ്ങളാണ്. അപ്പൊ അവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്താ ചെയ്യുന്നത്? ആത്മാർത്ഥത കൂടുതലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ഇല്ലീഗൽ കസ്റ്റഡിക്ക് ശ്രമിക്കും, കുഴപ്പത്തിലാവും. മനസ്സിലായില്ലേ? ആ ഇല്ലീഗൽ കസ്റ്റഡിക്ക് ശ്രമിക്കുമ്പോൾ എന്നോട് പണ്ട് ഞാൻ തലശ്ശേരി ASP ആയിരുന്നപ്പോഴും കുന്നംകുളം ASP ട്രെയിനി ആയിരുന്നപ്പോഴും എല്ലാ കേസും ഞാൻ തന്നെ ചാർജ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മള് പലപ്പോഴും ഈ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരം റൈറ്റർ എഴുതുന്ന ചില വാചകങ്ങളുണ്ട്. അതായത് രാവിലെ 6 മണിക്ക് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കടന്നു കളയാൻ ശ്രമിക്കുന്ന പ്രതിയെ നമ്മൾ പോയി പിടിക്കണം. അപ്പോ ഈ മജിസ്ട്രേറ്റും ജഡ്ജൊക്കെ പരിഹാസ രൂപേണ എല്ലാവരും തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കടന്നു കളിയായിരുന്നു അല്ലേ? അപ്പൊ ഈ മജിസ്ട്രേറ്റിനെയും ഈ ജഡ്ജും എന്ത് വേണമെന്ന് വെച്ചാൽ അവർ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവർ വരണം. ഒരു പ്രതിയെ പിടിക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അവരെന്ന് അറിയണം. അവർക്ക് പരിക്കൊന്നും പറ്റാതൊന്നും നോക്കൂലേ? തീർച്ചയായിട്ടും നോക്കും. പക്ഷെ അവരിതിന്റെ കൂടെ ഒന്ന് നടക്കണം. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള ഞാൻ എൻ്റെ വ്യക്തിപരമായ തലത്തിൽ പലപ്പോഴും ജഡ്ജിമാരെ കാണുമ്പോൾ പറയാം. അവരൊക്കെ പറയാൻ ശ്രീക്ക് പറഞ്ഞ് വളരെ ശരിയാണെന്ന് പറഞ്ഞാൽ 4 ഇംഗ്ലീഷ് പറയുന്നില്ല. ഇന്ന് വരെ ഇതിനൊക്കെ വേണ്ടി സംഘടനകൾ നിലപാടെടുക്കണം. കാരണം ഈ ബുദ്ധിമുട്ട് എന്താണെന്ന് നേരിട്ടറിയാത്ത ആൾക്കാരാണ് ഈ കാര്യങ്ങളിൽ തീരുമാനങ്ങളും നിർണയങ്ങളും പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ശരിയോ തെറ്റോ ചെയ്തതെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ റൈറ്റർമാർക്കും കുറച്ചും കൂടെ ഭാവനാവിലാസമൊക്കെ ഉപയോഗിക്കാം. എന്നെ ആദ്യമായിട്ട് ASP ട്രെയിനി ആയിരുന്നപ്പോൾ കുന്നംകുളത്ത് എന്നെ പഠിപ്പിച്ചെന്നൊരു ആന്റണി എന്ന് എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ആന്റണിയാണ് എൻ്റെ മാസ്റ്റർ എഴുതാൻ പഠിപ്പിച്ചത്. അപ്പം ആദ്യത്തെ എൻ്റെ മാസ്റ്റർ എഴുതാൻ വേണ്ടി ഞാൻ പോയത് ഒരു 307 ഒരാൾ വെട്ടിയിട്ട് അയാൾ ഈ ഒരു കല്ലിൻ്റെ കൂനയിൽ മെറ്റൽ കൂനയുടെ അടുത്ത് വീണ് കിടക്കുന്നു. അതിൻ്റെ അടുത്തൊരു പോസ്റ്റ് ഉണ്ട്. അതിന് കുറച്ച് ദൂരെ ഒരു വീടുണ്ട്. ആ വീട്ടിലുള്ള ആളാണ് ഈ വെട്ടുകൊണ്ടിരിക്കുന്നത്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വെട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ മാസ്റ്റർ വരയ്ക്കാനായിട്ട് ഞാൻ പോയിട്ട് എൻ്റെ രീതിയിൽ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്ന് എഴുതി ഇങ്ങനെ വരട്ട് കിഴക്കും തെക്കും. എന്നിട്ട് ഞാനൊരു ചിത്രം വരച്ച് വീട് ഇവിടെ അടയാളപ്പെടുത്തി. വീടിന് ഇത്ര ദൂരം എങ്ങനെ ചിത്രം തന്നെ വലിയ ഭംഗിയുള്ള ചിത്രം എന്നല്ല, പക്ഷെ കണ്ടാൽ മനസ്സിലാവും. അപ്പം അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ IG കുഞ്ഞാണല്ലോ. IG കുഞ്ഞിന് ചീത്ത പറയാനൊന്നും പാടില്ല, മോശമാണ്. അപ്പം ആന്റണി ഒന്ന് ഇതൊക്കെ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, സാറേ ഇദ്ദേഹം വളരെ ഭംഗിയായിട്ടല്ലേ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെയല്ല സാർ എഴുതേണ്ടത്, ഞാനൊന്ന് എഴുതി തന്നോട്ടെ സാർ, അതുപോലെ സാറൊന്ന് നോക്കി എഴുതാവും. നമ്മൾ ഇതിനും ഞാൻ എഴുതി. തെക്ക് വടക്ക് നീണ്ടു കിടക്കുന്ന റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് 50 അടി മാറി മെറ്റൽ കൂനയുടെ ഇടതുവശം ചേർന്ന് ഇങ്ങനെ എഴുതി പിടിപ്പിച്ച പറഞ്ഞാൽ ഒരൊറ്റ സെന്റൻസ് ആണ് ഒരു പേജ് മുഴുവൻ തീർന്നില്ല. അപ്പൊ ഞാൻ ആന്റണിയോട് ചോദിച്ചു, അപ്പൊ ഇത് മനസ്സിലാവണ്ടേ ആന്റണി? നമ്മളിത് മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ ആദ്യം വിചാരിച്ചത് അവസാനം പറയണമെന്ന് തമ്മിലൊരു ബന്ധമില്ലാത്ത കാര്യം പോലല്ലോ. അതിന് സാർ ഒരു കാര്യം ചെയ്താൽ മതി, ഈ എഴുതി വെച്ചിരിക്കുന്ന വിധത്തിൽ സാറൊരു ചിത്രം വരച്ചാൽ മതി. ആ വരച്ച ചിത്രം ഞാൻ വരച്ച ചിത്രം ഏകദേശം ഒരുപോലെ. ആന്റണി കുറച്ചുകൂടെ ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട്, എന്റെ ഭംഗി ഇത്തിരി കുറവുണ്ട്, ശരിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ആന്റണി അപ്പൊ ഈ ചിത്രം വരച്ചപ്പോൾ സാർ ചിത്രം വരച്ചൊക്കെ ഇദ്ദേഹം ചെയ്ത് വളരെ ശരിയാണ് സാർ, കാരണം എന്താണ് IG കുഞ്ഞാൽ പിണക്കാൻ പാടില്ല, പക്ഷെ എന്തായാലും നമ്മളെ കോടതികൾക്ക് ഇത് വേണം സാർ എന്ന് ആന്റണി പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. കുറെ കാലം കഴിഞ്ഞ് ഞാൻ കൊല്ലം SP ആയിരുന്നപ്പോഴാണ് പോലീസ് പെർഫോമൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് KT തോമസ് ജസ്റ്റിസ് വന്നിട്ട് എന്നോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു ചിത്രം വരച്ചാൽ പോരെ ചോദിക്കുക. ജഡ്ജിമാർക്ക് എന്തൊരു കൺഫ്യൂഷനാണ് ഇതുകൊണ്ട് ഉണ്ടാവണമെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഈ പരസ്പര ധാരണയില്ല. ഇത് ജഡ്ജികൾക്ക് വേണമെന്നാണ് നമ്മളിങ്ങനെ കുത്തും കോമയില്ലാത്ത സെന്റൻസ് എഴുതിയാൽ മാത്രമേ മാസ്റ്ററാവെന്ന് കരുതുന്ന കാലഘട്ടമാണ്. ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ എഴുതുന്ന രീതി ഇങ്ങനെയൊക്കെ തന്നെയാണ്.
ഈ റേപ്പ് കേസുകളുടെയൊക്കെ FIR നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? അതിന് നല്ല വല്ല മറ്റേ മഞ്ഞ പുസ്തകം എടുത്ത് വായിക്കുന്നത്. അങ്ങനെയൊന്നും എഴുതരുത്. അപ്പൊ അവിടെ നിന്നൊക്കെ വളരണ്ടേയും കാലങ്ങളിലേക്കും കാര്യങ്ങളിലേക്കൂടെ സംഘടനാ പ്രവർത്തനം വ്യാപിക്കണം. നിയമപരമായ കാര്യങ്ങൾ കൂടുതൽ സുഗമമാക്കാനുള്ള വഴികൾ നോക്കണം. നമുക്ക് പരാധീനതകളുള്ള നിയമങ്ങളെ മാറ്റാനായിട്ടുള്ള പ്രഷേഴ്സ് നമുക്ക് സർക്കാരിനും അധികാരി വൃന്ദത്തിനടുത്ത് ചെലുത്താനായിട്ട് അസോസിയേഷൻ സാധിക്കണം. അങ്ങനെയൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ഈ വിളിച്ചു വരുത്തി നിങ്ങളോട് എല്ലാവരുടെയും നന്ദി അറിയിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്ത് ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.